നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം എല്ലാവരും രാജിവെച്ച് ഒളിച്ചോടിയ മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയിൽ നിന്ന് തൊഴിലാളി സംഘടനയാകണമെന്നാവശ്യപ്പെട്ട 20 പേർ ആരെല്ലാം? പേരുകൾ പറയാതെ ഫെഫ്ക ജനറൽ സെക്രട്ടറി വെളിപ്പെടുത്തിയ കാര്യം സിനിമാ രംഗത്ത് സജീവ ചർച്ചാ വിഷയമാണ്. ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ പഠിച്ച് ഒരു റിപ്പോർട്ടാക്കി പുറത്തു പറയാനെങ്കിലും ഫെഫ്ക തയ്യാറായി. അമ്മ ഒരുമിച്ച് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ലെന്ന വിമർശനവും ഫെഫ്ക ഉന്നയിച്ചതോടെ മലയാള സിനിമാ സംഘടനകളിൽ ഭിന്നിപ്പ് പ്രകടമാവുകയാണ്. ആരാണ് അമ്മ പിളർത്താനുള്ള നീക്കത്തിന് പിന്നിൽ? പീഡന പരാതി പോലും സിനിമാ രംഗത്തു നിന്നുള്ള ഗൂഢനീക്കമാണെന്ന് നിവിൻ പോളി രേഖാമൂലം പോലീസിൽ പരാതി നൽകുമ്പോൾ അമ്മയിലെ നീക്കം അറിയില്ലെന്ന് പറഞ്ഞ് അഭിനേതാക്കൾ പകച്ചു നിൽക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. അമ്മയിൽ ആശയക്കുഴപ്പം. പ്രൈം ഡിബേറ്റിൽ സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് TB മിനി, ഫെഫ്കയുടെ പ്രതിനിധിയും സംവിധായകനുമായ ശ്രീ ജോസ് തോമസ് എന്നിവർ ചേരുകയാണ്. ഒപ്പം സിനിമാ നിരൂപകൻ പല്ലിശ്ശേരി ടെലിഫോൺ ലൈനിൽ ലിബർട്ടി ബഷീറും ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കും. ആദ്യം ശ്രീ ലിബർട്ടി ബഷീർ, ഇങ്ങനെ ഒരു വാർത്ത ഇന്നലെയാണല്ലോ വന്നത്. അത് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായ B ഉണ്ണികൃഷ്ണനാണ് പറഞ്ഞത്. അമ്മയിൽ നിന്ന് ചിലർ സമീപിച്ചിട്ടുണ്ട് ഫെഫ്കയെ. അതൊരു തൊഴിലാളി സംഘടനയുടെ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൽ അമ്മയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളിലൂടെ? മഞ്ജുഷേ, ആദ്യമായി ഞാൻ ഒരു കാര്യം പറയാം. ഈ B ഉണ്ണികൃഷ്ണന്റെ ഇന്നത്തെ മനോരമയിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു, ഞാൻ വായിച്ചതാണ്. അദ്ദേഹം ഇത് പറയാന്ന്, ഹേമ കമ്മീഷനിൽ ഫെഫ്കയും ഒരു സംഘടനയും വിളിച്ചിട്ടാണ്. ഫെഫ്ക, അമ്മ, പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ, എക്സിക്യൂട്ടീവ് ഫെഡറേഷൻ ഒരു സംഘടനയും വിളിച്ചിട്ടില്ല. അവർക്ക് വേണ്ടപ്പെട്ട മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഞാൻ അവിടെ ഫെഫ്കയിൽ ഹേമ കമ്മീഷനിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോയ സമയത്ത് വെയിറ്റിംഗിൽ കാത്തു നിൽക്കുകയാണ് B ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി. B ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയല്ല, ഫെഫ്കന്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഒരു സംഘടനയിൽ നിന്ന് ഫുൾ ജനറൽ സെക്രട്ടറി പ്രസിഡന്റും പോയല്ലാണ്ട് സംഘടന എല്ലാ മെമ്പർമാരും പോകണമെന്നില്ല. അതുപോലെ തന്നെ പിന്നെ ചേംബറിൽ നിന്ന് ആളെ വിളിച്ചിട്ടുണ്ട്, അസോസിയേഷനെ വിളിച്ചിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനെ വിളിച്ചിട്ടുണ്ട്. അവർ വിളിക്കാത്ത സംഘടനയിൽ ഒരു കുട്ടി പോലും ഇല്ല. B ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ആദ്യം ഒരു പത്രപരസ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ്. അതായത് ഹേമ കമ്മിറ്റിയിൽ ഇങ്ങനെ തെളിവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ വരിക എന്ന് പറഞ്ഞ് പത്രപരസ്യം ഉണ്ടായിരുന്നു. അതങ്ങനെ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നെ ഈ സംഘടനകൾക്ക് കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞ ശരിയാണ്, B ഉണ്ണികൃഷ്ണൻ അവിടെ പോയി തെളിവ് നൽകിയതാണ്. അത് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ ഈ തെളിവ് കൊടുക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു, ഈ ഹേമ കമ്മിറ്റി മുൻപാകെ ഞങ്ങളുടെ എല്ലാ ഭാരവാഹികളെയും വിളിക്കണം, അവരുടെ അഭിപ്രായം കൂടി. അതായത് ഈ ഫെഫ്കയിൽ നിരവധി യൂണിയനുകൾ ഉണ്ടല്ലോ, ആ യൂണിയനുകളുടെ എല്ലാം ജനറൽ സെക്രട്ടറിമാരെ വിളിക്കണം എന്ന് പറഞ്ഞിരുന്നു, അവരുടെ ഭാരവാഹികളെ വിളിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിലൊരു ഫോളോ അപ്പ് ഉണ്ടായില്ല എന്നും അദ്ദേഹം പറയുകയാണ്. പിന്നെ WCC ഒരു എന്താണ് ഈ ചോദ്യാവലി WCCക്ക് കൊടുത്തു, പക്ഷേ അത് ഞങ്ങൾ സംഘടനകൾക്ക് തന്നില്ല, ഞങ്ങളുമായി ഡിസ്കസ് ചെയ്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റിക്ക് എതിരെ പറഞ്ഞത്. പക്ഷെ ഒരു പഠിച്ച ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പൊതുസമൂഹത്തിന് മുന്നിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ ചെയ്തത് ഒളിച്ചോടലാണല്ലോ അവിടെ നടന്നത്. അതിനിടെയാണ് ഇങ്ങനെ അമ്മയിൽ നിന്ന് കുറേയേറെ പേർ ഈ രീതിയിൽ ഈ ഫെഫ്കയെ പോലെ തൊഴിലാളി സംഘടനയാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്, ആകെ ഒരു ആശയക്കുഴപ്പമാണോ ഉള്ളത് ഇപ്പോൾ? മഞ്ജുഷേ, ഒരു കാര്യം നേരത്തെ കാര്യത്തിൽ വിശദീകരണം തന്ന് അത് തെറ്റായിട്ടുള്ള ഒരു പ്രയത്നം മാത്രമെന്ന് ഈ B ഉണ്ണികൃഷ്ണൻ കൊടുത്തു എന്നുള്ളത് ഏതാനും ജനങ്ങൾ അറിയട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ഒരു സംഘടനയില്ല, ഹേമ കമ്മീഷനെ വിളിക്കാത്ത ആരുമില്ല. പത്രപ്രവർത്തകനെയും മറ്റേ ഈ ഫോൺ മുഖേനയും നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. നിരന്തരം ഞാൻ തന്നെ 4-5 പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് ഞാൻ പോയത്. അങ്ങനെ കേരളത്തിലെ എല്ലാ സംഘടനാ നേതാക്കന്മാരെയും അവർ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നതിന് അത് സാരമില്ല, അത് നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇപ്പോഴത്തെ വിഷയം പിന്നെ നമ്മുടെ B ഉണ്ണികൃഷ്ണൻ പറയുന്നത്, ഞാൻ അതിന് വേണ്ടി സത്യാവസ്ഥ ചോദിച്ചപ്പോൾ 4-5 പേര് B ഉണ്ണികൃഷ്ണനെയും അതിന്റെ പ്രസിഡന്റായ മറ്റേ സിബി മലയിലും പോയി കണ്ടിന്. 5 പേര് 4-5 പേര് പോയി കണ്ടിന്. ഇങ്ങനെ അഭിപ്രായം ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് 20 പേരോളം പോയിട്ട് ഇവിടെ സംഘടന പിളർക്കാൻ പോകുന്ന ഈ അമ്മ എന്ന സംഘടന വിട്ടിട്ട് ട്രേഡ് യൂണിയനിൽ പോകാന്ന്. മഞ്ജുഷ, ഒരു കാര്യം മനസ്സിലാക്കണം, അമ്മ എന്ന സംഘടനയിൽ മെമ്പർഷിപ്പ് കിട്ടണ തന്നെ 1-2 ലക്ഷം രൂപ കൊടുത്താലും മെമ്പർഷിപ്പ് കിട്ടാത്ത ഒരു സംഘടനയാണ് അമ്മ സംഘടന. അവിടെ ഒറ്റ കാര്യം, അമ്മയുള്ള ഒരു മെമ്പർ
അഭിനയിക്കണ്ട. അവർക്ക് ഒരു വർഷത്തിൽ കിട്ടുന്ന ഉദ്ഘാടനം മാത്രം മതി അവർക്ക് ജീവിച്ചു പോകാൻ വേണ്ടിട്ട്. അതിന് പുറമെ മാസം മാസം കൊടുക്കുന്ന ഒരു 5000 രൂപ കൈനട്ടം വേറെ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് അമ്മയിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനത്തെ സംഘടന വിട്ടിട്ട് ഒരു ട്രേഡ് യൂണിയൻ ഒരു കൂലിപ്പണി എടുക്കുന്ന അവരെ കൂടെ പോയി എന്നാൽ അവരുടെ ഇമേജ് എന്തായിരിക്കും ഉണ്ടാകാൻ? അവരാ ഉദ്ഘാടനം ആരെ വിളിക്കുമോ, അതിന്റെ വേറെ കിട്ടുമോ? ഒരു ഒറ്റക്കാര്യം മാത്രം മനസ്സിലാക്കുക. അമ്മയിൽ കിട്ടുന്ന ഒരു ഇമേജ്, അമ്മയിൽ അങ്ങനെ കിട്ടുന്ന ഇമേജ് ആത്മാവിന്റെ ടെലിവിഷനിൽ അഭിനയിക്കുന്നവർക്ക് കിട്ടുന്നുണ്ടോ? അപ്പൊ അത് അമ്മയിൽ അഭിനയിക്കുന്നുണ്ട്, അമ്മയിൽ അങ്ങായോണ്ട് മാത്രമാണ്. അമ്മയിൽ ഇത് ആരാണ് ഇത്? വെറുതെ ഉണ്ണികൃഷ്ണൻ വെറുതെ പറയുന്നു എന്നുള്ളതാണോ ഇങ്ങനെ? പക്ഷെ അമ്മയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണല്ലോ ഇപ്പോൾ. അമ്മയുടെ ഭാരവാഹികളുമായിട്ടും അമ്മയിലെ മുതിർന്ന താരങ്ങളുമായിട്ടും ഒക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ബി ഉണ്ണികൃഷ്ണൻ എന്തിന് ഇങ്ങനെ ഒരു കള്ളം പറയണം? മഞ്ജുഷേ, ഈ ഇപ്പൊ പഴയ മാതിരി ഇപ്പം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അമ്മയായിട്ടുണ്ട്. രണ്ടു കാര്യം ഇപ്പൊ ഞാൻ വേറൊരു സമയത്ത് മഞ്ജുഷിനോട് ഞാൻ പറയാം. ഇപ്പം ബി ഉണ്ണികൃഷ്ണൻ അമ്മയായിട്ട് നല്ല സ്വരത്തിലല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളിൽ ഇപ്പം ഉണ്ണികൃഷ്ണന് അനുഭവം ഉണ്ടായി. ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിട്ട് സംഘടന പൊളിച്ചിട്ട് നല്ല ശീലമുള്ള വ്യക്തിയാണ്. ആദ്യം തന്നെ മാക്ട പൊളിച്ചിട്ട് ഉണ്ടാക്കി. അതൊന്ന്. രണ്ടാമത് ഈ ഉണ്ണികൃഷ്ണനും ദിലീപും കൂടെ ചേർന്നിട്ട് എന്റെ ഫെഡറേഷൻ വലിയൊരു സംഘടന പൊടിച്ചിട്ട് പിഒക്ക് ഉണ്ടാക്കി. അപ്പൊ നല്ലൊരു പൊടിക്കുന്നതിൽ നല്ല ഒരു എക്സ്പേർട്ട് വ്യക്തിയാണ് ബി ഉണ്ണികൃഷ്ണൻ. അപ്പൊ ആ എക്സ്പേർട്ടിനെയാണ് ഇവിടെ ഉപയോഗിക്കാൻ നോക്കുന്നത്. ഒരു വെടി വെച്ച് നോക്കുന്നതാണ് കൊള്ളുന്നുള്ളത്. അത് ഒരിക്കലും നടക്കില്ല. കാരണം നമുക്കെല്ലാം ആഗ്രഹമുണ്ട് പൊളിക്കണമെന്നുള്ളത്. എന്റെ കൂടി ഞാൻ ഫെഡറേഷൻ സമയത്ത് ഞാൻ ആഗ്രഹിച്ചായിരുന്നു പൊളിക്കാൻ നോക്കിയിട്ട്. പക്ഷെ അത് പാറ പോലെ ഉറച്ചു നിൽക്കുന്ന സംഘടനയാണ്. അതിനൊരു കുട്ടി പുറത്തുപോയില്ല. നല്ല 100% വെച്ചോ മഞ്ജുഷ, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരും. ഇപ്പോൾ ഫെഫ്കയുടെ പ്രതിനിധി തന്നെ ലൈവായിട്ട് വന്നിട്ടുണ്ട്, ശ്രീ ജോസ് തോമസ്, സംവിധായകൻ. ശ്രീ ജോസ് തോമസ്, ലിബർട്ടി ബഷീർ പറഞ്ഞത് ശരിയാണോ? ഈ ബി ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു സംഘടനയെ പൊളിക്കുവാനായിട്ട് നടത്തിയ ഒരു നീക്കമാണോ? ഇങ്ങനെ ഒരു വെറുതെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞതാണോ? അമ്മയിൽ നിന്ന് ട്രേഡ് യൂണിയൻ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കൺസൾട്ടേഷൻ നടന്നിട്ടുണ്ട് ഫെഫ്കയുമായിട്ടെന്ന്. മഞ്ജുഷേ, ഈ ലിബർട്ടി ബഷീർ എന്ന് പറഞ്ഞ വ്യക്തി എന്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ ബഷീർക്ക എന്നാണ് വിളിക്കുന്നത്. ബഷീർക്കായിട്ട് ഒന്നിട്ട് മറുപടി പറഞ്ഞോട്ടെ. സിനിമാ രംഗത്തെ ആകെ പിടിച്ചുലയ്ക്കുന്ന ചില സംഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഈ വ്യക്തിവൈരാഗ്യം തീർക്കരുത് ബഷീർക്ക. നിങ്ങൾക്ക് ഉണ്ണികൃഷ്ണനോട് എന്തെങ്കിലും വ്യക്തിവിരോധം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയല്ല തീർക്കേണ്ടത്. ഇന്നലെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തയാളാണ് ഞാൻ. ആ ഉണ്ണികൃഷ്ണന്റെ തൊട്ട് അടുത്തിരുന്ന ആളാണ് ഞാൻ. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് ഒരിക്കലും ഈ അമ്മയുടെ വിഷയങ്ങൾ സംസാരിച്ചിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏതോ ഒരു പത്രപ്രവർത്തകനോട് പറഞ്ഞു 10-15 പേര്, 5 പേരല്ല 10-15 പേര് അദ്ദേഹത്തെ വിളിച്ച് ഞങ്ങൾ ഇത് ട്രേഡ് യൂണിയൻ ആക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ ട്രേഡ് യൂണിയൻ ആക്കുകയോ ആക്കാതിരിക്കുകയോ ചെയ്യുക, അത് പ്രശ്നമില്ല. പക്ഷേ അത് ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ ജനറൽ കൗൺസിൽ അത് അവതരിപ്പിക്കണം, ഒരുപാട് പ്രോസസ് ഉണ്ട്, ഞങ്ങൾ ഇപ്പോൾ അത് ആലോചിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ബഷീർക്ക പറഞ്ഞു മാക്ട പൊളിച്ച് ഉണ്ണികൃഷ്ണൻ ഫെഫ്ക ഉണ്ടാക്കി. ഒരാൾ വിചാരിച്ചാൽ പൊളിക്കാൻ പറ്റുന്നതാണോ ഒരു സംഘടന? അപ്പോൾ അതിനെന്തെങ്കിലും പുഴുക്കത്തുണ്ടായിട്ട് തന്നെയല്ലേ ബഷീർക്ക? നിങ്ങളുടെ തിയേറ്ററുകാരുടെ സംഘടന ഉണ്ണികൃഷ്ണൻ ദിലീപും കൂടെ പൊളിച്ചെന്ന് പറഞ്ഞു. ഈ പൊളിയാൻ വേണ്ടി കാത്തിരിക്കുകയാണോ രണ്ടുപേരും വിചാരിച്ചാൽ? ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയെ പൊളിക്കാൻ ഇപ്പോൾ പലരും നടക്കുന്നുണ്ടല്ലോ. വെല്ലുവിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ ആ ജന്മം അതിനുവേണ്ടി പരിശ്രമിച്ചാൽ ഒന്നും നടക്കില്ല. കാരണം അത്രയധികം അടിസ്ഥാനപരമായി അടച്ചുറപ്പുള്ള അടിത്തറയുള്ള ഒരു സംഘടനയാണത്. അതൊരു വ്യക്തിയുടെ അല്ല. ഉണ്ണികൃഷ്ണൻ ജനറൽ സെക്രട്ടറിയാണ്. ഉണ്ണികൃഷ്ണൻ മാത്രമല്ല, അതിന് സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്, ജനറൽ കൗൺസിൽ ഉണ്ട്. വളരെ ശക്തമായി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടിട്ട് മാത്രമാണ് ബി ഉണ്ണികൃഷ്ണൻ ഒരു മറുപടി പറയുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത്രയും നാളുകൾക്ക് ശേഷമാണ് ഫെഫ്ക ഒരു പത്രസമ്മേളനം നടത്തുന്നത്. ഇന്ന് പല മാധ്യമങ്ങളും പറഞ്ഞു നിങ്ങൾ വളരെ വ്യക്തമായി പത്രസമ്മേളനമാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്ലാൻ ഓഫ് ആക്ഷൻ 26 കാര്യങ്ങളാണ് പ്ലാൻ ഓഫ് ആക്ഷൻ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്താൽ ചലച്ചിത്ര രംഗം ശുദ്ധീകരിക്കപ്പെടും. ഞങ്ങളുടെ റിപ്പോർട്ട് 41 പേജുള്ള റിപ്പോർട്ടാണ് ഇന്നലെ പത്രക്കാർക്ക് കൊടുത്തത്. അത് പഠിച്ച് സമയമെടുത്തുണ്ടാക്കിയതാണ്. അല്ലാതെ ആരെങ്കിലും പറയുന്ന പോലെ ഓടി വന്ന് പത്രസമ്മേളനം നടത്തി എന്തെങ്കിലും പറഞ്ഞിട്ട് പോവുക എന്നുള്ളതല്ല. അപ്പൊ അടിസ്ഥാനപരമായി വളരെ അടിയുറച്ച് നിൽക്കുന്ന ഒരു സംഘടനയാണ്. 8000-ലധികം തൊഴിലാളികൾ ഉള്ള ഒരു സംഘടനയാണ് ഫെഫ്ക. പിന്നെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഹേമ കമ്മിറ്റി ഫെഫ്കയിലെ പലരെയും വിളിച്ചില്ല എന്ന് പറഞ്ഞു. ഫെഫ്കയിൽ നിന്ന് 4 അംഗങ്ങളാണ് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ പോയത് അവർ ക്ഷണിച്ചത്.
ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ അവിടെ പോയിരുന്നുവെന്ന് ലിബർട്ടി ബഷീർക്ക പറയുന്നു. അദ്ദേഹം പോയിട്ടില്ല എന്ന് പറഞ്ഞില്ല. 600-ലധികം സ്ത്രീകൾ ജോലി ചെയ്യുന്ന അംഗങ്ങളായിട്ടുള്ള ഫെഫ്കയിൽ നിന്നും ആകെ 4 പേരെ വിളിച്ചുള്ളൂ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് വനിതകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റിയാണല്ലോ, അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ സ്ത്രീകളോടല്ലേ ചോദിക്കേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ, അല്ലാതെ ബി ഉണ്ണികൃഷ്ണനെയോ ലിബർട്ടി ബഷീറിനെയോ വിളിച്ചല്ലോ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. സ്ത്രീകൾ ആ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടാണ് പ്രധാനമായും കാര്യങ്ങൾ ചോദിക്കേണ്ടത്. അല്ല, അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള തെളിവുകൾ കൊടുത്തുകൊണ്ടല്ലേ ശ്രീ ജോസ് തോമസ് ഇക്കാര്യങ്ങളെല്ലാം ഹേമ കമ്മീഷന്റെ ഈ റിപ്പോർട്ടിൽ ഉള്ളത്? ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യം വന്നിട്ടുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കാര്യം വന്നിട്ടുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ഫെഫ്ക യൂണിയനിൽ തന്നെ പെടുന്നതാണല്ലോ. അവരുടെ എല്ലാം പ്രശ്നങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ടല്ലോ ഹേമ കമ്മിറ്റിയിൽ. അപ്പോൾ തെളിവുകൾ ശേഖരിക്കുവാൻ ഹേമ കമ്മിറ്റി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നല്ലേ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, പത്രപരസ്യം കൊടുത്തു, പിന്നെ പലതവണ പല സംഘടനകൾക്കും എല്ലാ സംഘടനകൾക്കും കത്തയച്ചു. ചിലവരുടെ അഡ്രസ്സിൽ അത് കത്ത് ഡെലിവർ ആയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് എന്തെല്ലാം വൈഷമ്യങ്ങൾ നേരിട്ടു എന്നതിനെ കുറിച്ച് തുടക്ക പാരഗ്രാഫുകളിൽ ഹേമ കമ്മിറ്റി പറയുന്നുമുണ്ട്. അപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ നിങ്ങൾ തന്നെ പഠിച്ച റിപ്പോർട്ട് അനുസരിച്ച് വന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല എന്നാണ്. ബി ഉണ്ണികൃഷ്ണൻ തെളിവ് നൽകിയിട്ടുണ്ട്, മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ എല്ലാ യൂണിയനുകളിലും പെട്ട ആളുകൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. അതാണ് ഇവിടെ ലിബർട്ടി ബഷീർ പറഞ്ഞത് അങ്ങനെയല്ല എന്ന്. അല്ല, അതാണ് സത്യം. ഉണ്ണികൃഷ്ണൻ എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്ര ഒരു 25 പേരെ അല്ലെ 50 പേരെ നിങ്ങൾ വിളിക്കണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അവർ ക്ഷണിച്ചതാരെയാണ്? അങ്ങനെ ഉണ്ടെങ്കിൽ WCC എന്ന് പറയുന്ന സംഘടനയിൽ നിന്നും ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഫെഫ്ക പോലുള്ള ഒരു ട്രേഡ് യൂണിയനിൽ നിന്ന് അവിടെ പ്രവർത്തിക്കുന്ന 600-ലധികം വനിതകളുണ്ട് എന്നറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് അതിൽ പ്രധാനികൾ എന്ന് പറയുന്നവരെ വിളിച്ചില്ല? അതാ ഞാൻ പറഞ്ഞത്, 4 പേരെയാണ് അതിലേക്ക് വിളിച്ചത്. ആ 4 പേരാണോ മലയാള സിനിമയുടെ പരിച്ഛേദം? അല്ലല്ലോ. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിൽ നിന്നും അവിടുത്തെ ജനറൽ സെക്രട്ടറി ഒരു പുരുഷനാണ്, അദ്ദേഹത്തെ വിളിച്ചിരുന്നു. പിന്നെ 2 പെൺകുട്ടികൾ. ബാക്കി എത്രയോ പെൺകുട്ടികൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ലിബർട്ടി ബഷീർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ലിബർട്ടി ബഷീർ, താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അതിനുള്ള മറുപടി ജോസ് തോമസ് പറഞ്ഞത് ഇങ്ങനെ ഫെഫ്കയെ പൊളിക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, അത് നടക്കില്ല എന്നാണ്. ഇപ്പോൾ ഈ സിനിമാ സംഘടനകൾ പരസ്പരം തകർക്കുവാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായി മാറിയിരിക്കുകയാണല്ലോ ശ്രീ ലിബർട്ടി ബഷീർ. ഒപ്പം വ്യക്തി വൈരാഗ്യം തീർക്കുവാനുള്ള ഒരു സമയവുമാണോ എന്നുള്ള ചോദ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട് ജോസ് തോമസ്. മഞ്ജുഷെ, ഒരിക്കലും ഒരു ഫെഫ്ക എന്ന സംഘടന പൊളിക്കണോ എന്നുള്ള ആഗ്രഹം എന്നെ സംബന്ധിച്ച് എനിക്കുമില്ല, എന്റെ വ്യക്തിപരമായിട്ട് എന്റെ സംഘടനക്കുമില്ല, അമ്മക്കും ഉണ്ടാവില്ല, പോലീസ് അസോസിയേഷൻ ഒരു സംഘടനക്കും ഉണ്ടാവില്ല. ഇത് ആ പഴയ കാലത്ത് ഇവർ പൊളിച്ച് അത് സംഘടന ഫെഫ്ക ഉണ്ടായി. ജോസ് തോമസ് പറഞ്ഞ 21 സംഘടന ഉണ്ട്, അതിൽ പാവപ്പെട്ട കുട്ടികളുണ്ട്, വലിയ കോടിക്കണക്കിന് ശമ്പളം വാങ്ങുന്ന കുട്ടികളുണ്ട്. ഒരിക്കലും നമ്മൾ അതിനെ പൊളിക്കണമെന്ന് മനസ്സാ വാചകം നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പം ജോസ് തോമസ് പറഞ്ഞ സമയത്ത് നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുന്നു തന്നെ. അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കുന്നത് അതേ വാർഡ് തന്നെ അമ്മയിലുണ്ട്. അമ്മയിലും പറഞ്ഞ തന്നെ 550 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ പാവപ്പെട്ട കുട്ടികളുണ്ട്, കോടിക്കണക്കിന് വാങ്ങുന്ന കുട്ടികളുണ്ട്. അതും പൊളിയാൻ പാടില്ല, ഒരു സംഘടനയും പൊളിയാൻ പാടില്ല എന്നല്ല ആദ്യം പഠിക്കട്ടെ. ഇവരെങ്ങനെയാണ് ഈ ഫെഫ്ക ഉണ്ടായതെന്നുള്ള ആദ്യം ഒന്നും ജോസ് തോമസ് പഠിക്കട്ടെ. ജോസ് തോമസ് അന്നൊരു മറ്റേ സംഘടന ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ പഴയ കഥയിലേക്ക് നമ്മൾ പോകണ്ട. ഇപ്പോഴത്തെ വിഷയം അമ്മയിന്ന് ഒരു കുട്ടി പോവില്ല എന്ന വാർത്ത മതിച്ചു. ഇപ്പോഴത്തെ 4-5 പേര് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടാവും. ആ അഭിപ്രായം വെച്ച് ഒരു പത്രക്കാർ ചോദിക്കാനും അതിന്റെ ഇടവരുത്താനും ഇടയുണ്ടായത് ഉണ്ണികൃഷ്ണന്റെ കാര്യമല്ലേ? ഈ മഞ്ജുഷ് പറഞ്ഞ മതി, ഉണ്ണികൃഷ്ണന്റെ സെക്രട്ടറി ആയതിനു ശേഷം അതിന്റെ ഏറ്റവും ഗുണം കിട്ടിയത് ഉണ്ണികൃഷ്ണനാണോ വ്യക്തിപരമായിട്ട്? എത്രയോ സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലൊരു ജോസ് തോമസ്, ഒരു കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ പറയുമ്പോൾ അത് ആരൊക്കെയാണെന്ന് കൂടി എന്നാൽ അദ്ദേഹം പറയേണ്ടതല്ലേ? അമ്മയിലെ പഴയ ഭാരവാഹികൾ, ഇപ്പോൾ അമ്മയ്ക്ക് ഭാരവാഹികൾ ഇല്ലല്ലോ, കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുകയാണല്ലോ. അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇരുട്ടിൽ നിർത്തുന്നത് ബി ഉണ്ണികൃഷ്ണൻ ഈ അമ്മയുടെ ഭാരവാഹികളെ? അതിലേക്ക് വരുന്ന ബഷീർക്ക ഇപ്പോൾ ഒരു വാചകം പറഞ്ഞു. നാഗ്ര പ്രദേശത്തിൽ ജോസ് തോമസ് ഇല്ലായിരുന്നല്ലോ. ബഷീർക്ക, ചരിത്രം എന്താണെന്നൊന്ന് അന്വേഷിച്ചിട്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങൾ പറയും. നാഗ്ര ഫെഡറേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയതിന്റെ പ്രധാന പങ്ക് വഹിച്ചത് സെലീമലയിലും കമലും ജോസ് തോമസ് ഉൾപ്പെടെയാണ്. ആ ചരിത്രം നിങ്ങൾ എന്ത് ഞാൻ പറഞ്ഞത്? സോറി, ശക്തമായി ഉണ്ടായിരുന്ന ആള് തന്നെയാണ്. അവിടെ നിന്ന് പോയത് എന്തുകൊണ്ടാണെന്നുള്ള ചരിത്രം നമുക്ക് ഇവിടെ പറയണ്ട, അത് പോട്ടെ. ഞാനിപ്പോൾ പറയുന്ന കാര്യമാണ്. അതെ അതെ,
ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് അമ്മയിൽ ഇടപെട്ടെന്ന് പറയുന്നത്? അമ്മയിൽ ഒരു തരത്തിലും അദ്ദേഹം ഇടപെട്ടിട്ടില്ല. ഇത് ഈ ആരോ പറഞ്ഞു കേട്ടുണ്ടാക്കിയ ഒരു വലിയ ബോംബ് പോലെയാണ്. ഉണ്ണികൃഷ്ണൻ 1% പോലും അമ്മയുടെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. അമ്മയെ ട്രേഡ് യൂണിയൻ ആക്കണമെന്നോ അല്ലെങ്കിൽ അമ്മയെ എന്തെങ്കിലും ചിത്രത ഉണ്ടാക്കണമെന്നോ 1% പോലും ഉണ്ണികൃഷ്ണൻ ഇടപെട്ടിട്ടില്ല. കാരണം നിരന്തരമായി ഞാൻ ഫെഫ്കയുമായും ഉണ്ണികൃഷ്ണനുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓരോ കാര്യങ്ങളും കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഒരു ഇരുട്ടിൽ നിർത്തുന്ന സമീപനമായിട്ടുണ്ടല്ലോ ശ്രീ ജോസ് തോമസ്. അവരുടെ പേരുകളെങ്കിലും അറ്റ്ലീസ്റ്റ് പുറത്തു വിടേണ്ടതല്ലേ? താങ്കൾക്ക് അറിയാമെങ്കിൽ താങ്കൾ പറയൂ, ആരാണ് അങ്ങനെ സമീപിച്ചിട്ടുള്ളത് ഇങ്ങനെ ഈ ഉപദേശം ചോദിക്കാനെങ്കിലും? അല്ല, ഞാൻ ഉണ്ണികൃഷ്ണനോട് ചോദിച്ചപ്പോൾ അവിടെ മത്സരിച്ചിരുന്ന, അതായത് അവരുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റുപോയ ചിലർ ഉണ്ണികൃഷ്ണനെ സമീപിച്ചിരുന്നു. ഇത് ട്രേഡ് യൂണിയൻ ആക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ എല്ലാവരും കൂടി ജനറൽ ബോഡി കൂടിയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ വളരെ കുറച്ച് ആളുകളല്ലോ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ നിങ്ങൾ ട്രേഡ് യൂണിയൻ ആക്കിയോ, അത് നിങ്ങളുടെ ജനറൽ ബോഡി തീരുമാനിക്കട്ടെ. അല്ല, അങ്ങനെ നോ എന്നുള്ള വാക്ക് പറഞ്ഞില്ലെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ. കാരണം അദ്ദേഹം പലയിടത്തും ടെലിയിൻ കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ മുമ്പ് അങ്ങനെ ഒരു സംഘടനയെ ട്രേഡ് യൂണിയൻ ആക്കുവാനുള്ള ശ്രമം നടന്നു, അത് വർഷങ്ങൾ എടുത്തു. അതെനിക്ക് തോന്നുന്നത് ആത്മയുടെ കാര്യമാണ് അല്ലേ അദ്ദേഹം പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ പക്ഷെ അത്രയും സമയമെടുത്തു. അതുപോലെ സമയമെടുക്കും, ഇത് ചർച്ചകൾ വേണ്ടി വരും, പിന്നെ അതിന്റെ ബൈലോ തയ്യാറാക്കണം, അതിനൊക്കെ സമയമെടുക്കും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അദ്ദേഹം അതിനൊരു വിശദീകരണം നൽകിയത്. MDTV എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫെഫ്കയുടെ അപ്പീൽ ചെയ്തിരിക്കുന്ന ഒരു യൂണിയൻ ഉണ്ട്. 1000-ലധികം അംഗങ്ങളുള്ള ടെലിവിഷനിൽ പ്രവർത്തിക്കുന്നവർ. അവര് ഒരു സംഘടനാ ബോധമില്ലാതെ അല്ലെങ്കിൽ സംഘടനാ ബലമില്ലാതെ നിൽക്കുകയായിരുന്നു. അവർ നിരന്തരമായി അഭ്യർത്ഥിച്ച് 2 വർഷം എടുത്തു ജനറൽ കൗൺസിൽ അത് ചർച്ച ചെയ്ത് അവരെ എങ്ങനെ അഫിലിയേറ്റ് ചെയ്യാമെന്ന് ആലോചിച്ച് അതിന് പ്രത്യേകം ബൈലോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ 2 വർഷം എടുത്തു. അങ്ങനെ പുതിയൊരു യൂണിയനെ ഈ ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു വരികയാണെങ്കിൽ തന്നെ അതിന് വർഷങ്ങൾ എടുക്കും. അതിന്റെ അതായത് അതിനൊരു വിമത നീക്കമുണ്ട്, അമ്മയിൽ ഒരു വിമത നീക്കമുണ്ട് എന്ന് പറയാതെ പറയുകയായിരുന്നില്ലേ ബി ഉണ്ണികൃഷ്ണൻ? അങ്ങനെയാണെങ്കിൽ അമ്മയുടെ മുൻ ഭാരവാഹികൾക്കും മുതിർന്ന ആളുകൾക്കും ഒക്കെ അദ്ദേഹം ഒരു സൂചന നൽകുകയായിരുന്നു ഇങ്ങനെ ചില നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന്. അങ്ങനെ കണക്കാക്കാൻ പറ്റുമോ? കാരണം അവിടെ മത്സരിച്ച് തോറ്റ ആളുകളാണല്ലോ അദ്ദേഹത്തെ സമീപിച്ചത്. മത്സരിച്ച് തോറ്റെന്ന് മാത്രമല്ല, ഇത് ഉണ്ണികൃഷ്ണൻ എന്നോട് സംസാരിച്ചതാണ്. മോഹൻലാൽ വരെ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ ട്രേഡ് യൂണിയൻ ആക്കിയാൽ മതിയായിരുന്നുവെന്ന് മോഹൻലാൽ വരെ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അത് വിമത നീക്കമല്ല. ചിലർ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരു ട്രേഡ് യൂണിയന്റെ നേതാവ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു വലിയ ട്രേഡ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് കൃത്യമായി മറുപടി കൊടുത്തു എന്നല്ലാതെ അവിടെ ഒരു വിമത നീക്കം വന്നുവെന്നോ അവരെ കൂടെ ചേർത്തുകൊണ്ട് ട്രേഡ് യൂണിയൻ ആക്കാമെന്നോ ഉണ്ണികൃഷ്ണൻ ഈ നിമിഷം വരെ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ആലോചിക്കുന്ന ഒരാളല്ല ഉണ്ണികൃഷ്ണൻ. പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ, താങ്കൾ മോഹൻലാലിന്റെ കാര്യം പറഞ്ഞത് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഇത് ട്രേഡ് യൂണിയൻ ആക്കിയാൽ കൊള്ളാമെന്ന് മുൻപ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളവരാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഇത്തരം ഒരു സിറ്റുവേഷനിൽ അത് കുറച്ച് ആളുകൾ സമീപിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഇവരൊന്നും ഇല്ലല്ലോ. അത് ഈ മത്സരിച്ച് തോറ്റ ആളുകളാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കാമല്ലോ അല്ലേ? അല്ല, എന്ന് ആരൊക്കെയാണെന്ന് വ്യക്തിപരമായി എന്നോട് പറഞ്ഞിട്ടില്ല. 10-15 ഞാനത് ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുമില്ല. അവർ ഫോണിലൂടെയും നേരിട്ടും ഒക്കെ ബന്ധപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അത് കൂടുതൽ പറഞ്ഞപ്പോൾ മത്സരിച്ച് തോറ്റ ചില ആളുകളും അതിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊരു വിമത നീക്കമായിട്ട് ഒരിക്കലും ഉണ്ണികൃഷ്ണ വായിൽ നിന്ന് വന്നിട്ടില്ല. ഇതെങ്ങനെയാണ് മീഡിയ ഇതെടുത്ത് വിമത നീക്കമെന്നാക്കിയെന്ന് അറിഞ്ഞുകൂടാ. അല്ല, ഇങ്ങനെ ഒരു കാര്യം പുറത്തു പറയേണ്ട ആവശ്യം പോലും ബി ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. അതാണ് അതിൽ സംശയത്തിന്റെ ഒരു എലമെന്റ് ഉള്ളത്. കാരണം അവർ ഒരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ആശയവിനിമയം, അതിന് അദ്ദേഹം തന്നെ ഇത്ര പ്രാധാന്യം കൊടുത്തത് എന്തിനാണ് എന്നുള്ള സംശയം വരുമ്പോഴാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ അമ്മയിലും ഫെഫ്കയിലും സംഭവിക്കുന്നു എന്ന് തോന്നുന്നത്. അതാണ് ശ്രീ ജോസ് തോമസ്. അതാണ് ലിബർട്ടിയെ പോലെയുള്ള ബഷീർക്കെ പോലെയുള്ള ആളുകൾ അങ്ങനെ സംസാരിക്കാൻ ഇടയാകുന്നതും. ശ്രീമതി TB മിനി, ഇതാകെ ഒരു ആശയക്കുഴപ്പം മലയാള സിനിമാ രംഗത്തുള്ളത് പോലെ തോന്നുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഈ ചർച്ചകൾ നടക്കുന്ന ഈ സമയത്ത്. പക്ഷേ ഞാൻ ഫെഫ്കയുടെ ആ റിപ്പോർട്ട് വായിച്ചിരുന്നു. അതെനിക്ക് തോന്നുന്നു താങ്കൾക്കും അത് പോസിറ്റീവായിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷേ അതിനകത്ത് തുടക്കത്തിലൊരു പരാമർശമുണ്ട്. അന്ന് വാർത്താ സമ്മേളനം നടത്തുവാൻ ആഗ്രഹിച്ചിരുന്നു ഫെഫ്ക അമ്മയുമായും പ്രൊഡ്യൂസർ അസോസിയേഷനുമായി യോജിച്ച്, പക്ഷേ വാർത്താ സമ്മേളനത്തിൽ തയ്യാറാകാതെ വന്നത് അമ്മയാണ്. അങ്ങനെ ഒരു പരാമർശമുണ്ടല്ലോ തുടക്കത്തിലല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആശയക്കുഴപ്പം മുഴുവൻ ഈ അഭിനേതാക്കളുടെ സംഘടനയ്ക്കാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ നമ്മള് വലിയ വിമർശനം നേരിട്ട ഒരു സംഘടനയാണ് ഫെഫ്ക. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലിപ്പോ ആഷിഖ് കപൂറിനെ പോലുള്ള ആളുകൾ ഫെഫ്കയുടെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള സമീപനത്തിനെ അവരുടെ സംഘടനയ്ക്കുള്ളിൽ നിന്ന്
വിമർശിച്ച് പുറത്തു വന്ന് വിമർശിച്ച് കൃത്യമായിട്ടുള്ള പല പ്രശ്നങ്ങളും ചോദ്യം ചെയ്യലുകളും ഫെഫ്കയ്ക്കെതിരായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു റിപ്പോർട്ട് വന്നു, അവരതിനെ പഠിച്ച് ഇത്ര നാളായി അതിൽ കൃത്യമായിട്ടുള്ള അവലോകനം നടത്തി. കാരണം ഞാൻ മനസ്സിലാക്കിയത് നടീനടന്മാരുടെ സംഘടനയാണ് AMMA എന്ന് പറയുന്നത്. അതേസമയം ഈ സിനിമ എന്നിരുന്ന നടീനടന്മാരുടെ മാത്രമല്ലല്ലോ, അതിലുള്ള അനുബന്ധ മേഖലയിൽ നിൽക്കുന്ന തൊഴിലാളികളുടെ മുഴുവൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡ് യൂണിയനുകളുണ്ട്, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻ ഉണ്ട്. അതൊക്കെ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫെഫ്കയിലാണ്. ആ നിലയിൽ ഒരു സിനിമ എടുക്കുന്നതിനും ആ സിനിമയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ ഉത്തരവാദിത്തം അവിടുത്തെ തൊഴിലിടം എന്ന നിലയിൽ, തൊഴിലാളികൾ എന്ന നിലയിൽ ഫെഫ്കയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫെഫ്ക വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടാണെങ്കിൽ പോലും അവരുടെ ജനാധിപത്യപരമായിട്ടുള്ള പ്രോസസ്സിലൂടെ, അവരുടെ സംഘടനാ സ്ട്രക്ചറുകളിലൂടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ച് ഒരു അവലോകന റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ആ അവലോകന റിപ്പോർട്ടിൽ അവർ പറയുന്നത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സിനിമാ മേഖലയിലെ സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ട് എന്നാണ് അവർ സമ്മതിക്കുകയാണ്. അതുമാത്രമല്ല, ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള ഇടവില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഹേമ കമ്മിറ്റി മുൻപാകെ ഈ ഫെഫ്കയുടെ പല ആളുകളും പോയി സംസാരിച്ചില്ല എങ്കിലും WCC മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ WCCയുമായി ബന്ധപ്പെട്ടവരോ അല്ലാത്തവരുമായിട്ടുള്ള സിനിമയിലുള്ള ആളുകൾ വന്ന് ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞ കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഫെഫ്ക അഭിസംബോധന ചെയ്തത്. അതാണ് ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നത്. അതേസമയം AMMA എന്ന് പറഞ്ഞ സംഘടന എന്താ ചെയ്തത്? അങ്ങേയറ്റം നിരുത്തരവാദിത്തപരം. എന്തുണ്ടായി അവിടെ? ശരി, അവരുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ ഒരു സെക്ഷൽ ആരോപണം വന്നു. ആ വഴിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ട് ഈ നടീനടന്മാരെ മുഴുവൻ, ആ മെമ്പർമാരെ മുഴുവൻ അനാഥരാക്കി ഒന്നും പറയാതെ ഇവരെല്ലാവരും പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് സ്വാഭാവികമായും അതിൽ നിൽക്കുന്ന ആളുകൾക്ക് മറ്റൊരു താവളം തേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിന് ഫെഫ്കനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഫെഫ്ക സുസംഘടിതമായി പോകുമ്പോൾ മറ്റുള്ള ആളുകൾ അഴഞ്ഞും ഉത്തരവാദിത്തമില്ലാതെയും പോകുന്നത് ഒരു വിഷയമായി മാറും. കാരണം ഈ അങ്ങേറ്റത് അനിശ്ചിതത്വം ഉണ്ടായി AMMA എന്ന് പറഞ്ഞ സംഘടനയിൽ. ഇപ്പോഴും ആ അനിശ്ചിതത്വത്തിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. എവിടെ പോകുന്നു, എവിടെ കിടക്കുന്നു? ഇപ്പൊ അവര് പറയുന്നുണ്ട് ഈ കൈനീട്ടം എന്ന് പറയുന്ന പെൻഷൻ പദ്ധതി, അത് തന്നെ ഈ അഡ്വോക്ക് കമ്മിറ്റി ആയിട്ട് ഇവർ നിലനിൽക്കും എന്ന് പറയുമ്പോഴും അതിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ആക്റ്റീവല്ല. ഈ ഒരു അവസ്ഥ എന്തുകൊണ്ട് സംഭവിച്ചു? ആ നിലയിൽ നോക്കുമ്പോൾ ഫെഫ്ക കാണിച്ചത് അതിന്റെ ഒരു സംഘടിതമായ ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്ന നിലയിൽ അത് കാണിച്ച ഉത്തരവാദിത്തത്തെ ഈ സൊസൈറ്റി കാണാതെ പോകുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾ. അതായത് ഹേമ കമ്മിറ്റി ഉണ്ടായി, അതിന്റെ പുറത്തു വന്നു, അതിന്റെ ചർച്ചകൾ ഉണ്ടായി, WCC കുറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു, ഇപ്പൊ ഫെഫ്ക കുറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. സർക്കാരാണെങ്കിലോ ഈ വിഷയത്തിൽ അനിശ്ചിതത്തിൽ തുടരുകയാണ്. സർക്കാർ ഒരു കാര്യം, പക്ഷേ ഈ WCCയുടെ കാര്യത്തിൽ ഈ ഹേമ കമ്മിറ്റിയിൽ നിന്ന് വന്ന ചില പരാമർശങ്ങളിലെങ്കിലും ഫെഫ്ക എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ WCCയിലെ അംഗങ്ങൾക്ക് തൊഴിലവസരം ഇല്ല, അവരുടെ തൊഴിലവസരം തടയുന്നു എന്നുള്ള ഹേമ കമ്മിറ്റിയിലെ ആ പരാമർശത്തിന് ഈ ഫെഫ്ക സ്വന്തം റിപ്പോർട്ട് തയ്യാറാക്കി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നടി പാർവതി തെരുവോത്തിന്റെ കാര്യം, ഈ WCCയിൽ അവർ അംഗമാകുന്നതിന് മുൻപ് 11 സിനിമകളിൽ അഭിനയിച്ചു, അതിനുശേഷവും അത്രയും സിനിമകളിൽ അഭിനയിച്ചു. പിന്നെ ഈ ഫെഫ്കയുടെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ സിനിമയിൽ പോലും പാർവതി തെരുവോത്തിന് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണ് വന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റിയിൽ എന്നാണ്. റിമ കല്ലിങ്കലിന്റെ കാര്യത്തിലും അത് തന്നെയാണ് പറയുന്നത്. ഈ ഹേമ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന ഈ പരാമർശങ്ങൾ തെറ്റാണ്, WCCയിലെ ഒരംഗത്തിനും അങ്ങനെ തൊഴിലവസരം നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന്. അതുപോലെ തന്നെ വിധു വിൻസെന്റിന്റെ കാര്യം പറയുന്നുണ്ട്. അതൊക്കെ ഇൻഡിവിജ്വൽ ഇഷ്യൂസ് ആണ്. ഞാൻ പറഞ്ഞ ഇവര് തൊഴിൽ നിഷേധിച്ചോ അല്ലെങ്കിൽ തൊഴിലിനുള്ള അവസരങ്ങൾ കൊടുത്തോ ആ വിഷയങ്ങൾ നമ്മൾക്ക് വസ്തുതാപരമായി അറിയുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഞാൻ അതിൽ കണ്ടത് ഈ സിനിമ എന്ന് പറയുന്നത് നടീനടന്മാരുടെ മാത്രമല്ല എന്നും അനുബന്ധ തൊഴിലാളികളുടെ കൂടിയാണെന്നും ആ അനുബന്ധ തൊഴിലാളികൾ നേരിടുന്ന വലിയ പ്രശ്നം, അതിൽ ഹേമ കമ്മിറ്റിയിൽ മഞ്ജുഷ ശ്രദ്ധിച്ചിട്ട് കാണും, ഈ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ സ്ത്രീകള് ഒന്ന് മൂത്രം ഒഴിക്കാനായിട്ട് അവർക്ക് കഴിയാതെ
കാടുകളില് കാടിന്റെ മരത്തിന്റെ ചോട്ടില് പിന്നെ തുണി വിരിച്ച് തുണി കൊണ്ട് മറയുണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞിട്ടുണ്ട്. ഇത് അത്തരം വിഷയങ്ങൾ വെള്ളം കുടിക്കാതെ മണിക്കൂറുകളോളം ഈ സ്ത്രീകള് അവിടെ ഇരിക്കുന്ന ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ചെറിയ വിഷയങ്ങളല്ല. അവരതോടൊപ്പം പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഈ തുണിയൊക്കെ മറച്ച് അവര് തുണി മാറുന്ന സമയത്ത് ഏതെങ്കിലും ആളുകൾ ക്യാമറ വെക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ച് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാത്ത നിലയിലേക്ക് അവർ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് പോകുന്ന വിഷയങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന ഫെഫ്കയെ സംബന്ധിച്ച് അത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവായി മാത്രം കാണേണ്ടതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നമുക്കിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ ഇത്? ഇല്ല പോരെ, ശരിയാണ്. അതൊരു പോസിറ്റീവായ നീക്കമാണ്. നേരത്തെ ഫെഫ്ക പ്രതികരിക്കാൻ വൈകിയല്ലോ എന്നൊക്കെ പറയുമ്പോഴും അവരത് ഈ ഒരു പഠിച്ച് ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിക്കാനെങ്കിലും അവർ ശ്രമിച്ചു. പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ അമ്മയുടെ കാര്യമാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ട് നിൽക്കുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, ഇതിൽ താങ്കൾക്കും യോജിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. അത് മാത്രമല്ല, ഇവിടെ പുതിയ താവളം തേടി പോകുവാൻ അമ്മയിലെ ചിലരെങ്കിലും തയ്യാറാവുകയാണ്. അതിപ്പോൾ ജോസ് തോമസ് ഒരു മുക്കാൽ ഭാഗം ഇവിടെ വെളിപ്പെടുത്തി കഴിഞ്ഞു. അത് ആരാണെന്ന് ഏകദേശമൊക്കെ ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. മത്സരിച്ച് തോറ്റ ആളുകളാണ് അങ്ങനെ പോയത്. അതായത് അവിടുത്തെ ആ ന്യൂനപക്ഷം, അമ്മയിൽ ഈ പിന്തുണയുടെ കാര്യത്തിൽ ന്യൂനപക്ഷമായി നിൽക്കുന്നവർ. ശ്രീ മഞ്ജുഷ്, ജോസ് തോമസ് സാർ വളരെ ക്ലാരിറ്റിയോടാണ് പറഞ്ഞത്. കേൾക്കുന്ന എല്ലാവർക്കും എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നും അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും കൃത്യമായി മനസ്സിലായി. സിനിമാ മേഖലയിൽ അദ്ദേഹത്തെ പോലുള്ളവർ കുറെ കൂടെ ക്ലാരിറ്റിയോടുകൂടി ഇത്തരം കാര്യങ്ങൾ കൂടുതലായി പറയണമെന്നുള്ളതാണ് ഞാൻ അടക്കമുള്ള സിനിമാ പ്രേമികളുടെ അഭ്യർത്ഥന. കാര്യം ഇല്ലെങ്കിൽ പലപ്പോഴും അഭ്യൂഹങ്ങളും ഗോസിപ്പുകളും ഒക്കെയാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യേണ്ടി വരിക. രണ്ട്, ശ്രീമതി മിനി മാഡത്തോട് പല വിഷയങ്ങളിലും വിയോജിപ്പുണ്ടെങ്കിലും ഈ വിഷയത്തിൽ മാഡം മുമ്പോട്ട് വെക്കുന്ന പോസിറ്റീവായ, അതായത് ഫെഫ്കി അടക്കമുള്ള സംഘടനകൾ മുമ്പോട്ട് വന്ന് സൊല്യൂഷൻ സെൻട്രിക്കായി ചിന്തിക്കുന്നുണ്ട് എന്ന് മാഡത്തെ പോലെ സ്ത്രീപക്ഷത്തിന് വേണ്ടി അക്നോളജ് ചെയ്യുന്ന ഒരാൾ ഉള്ളതിൽ വളരെ സന്തോഷമാണ്. അത് തന്നെയാണ് വേണ്ടത്. നമുക്കൊരു സൊല്യൂഷൻ സെൻട്രിക് ആയ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കേണ്ട കാര്യം. ഇനിയെങ്കിലും നമുക്ക് ഈ AMM എന്നൊന്നും ബുദ്ധിമുട്ടി വിളിക്കണ്ട. അമ്മ എന്ന് നല്ലൊരു പേരുണ്ടല്ലോ നമ്മുടെ മലയാളത്തിൽ മനോഹരമായി ഇട്ടിരിക്കുന്ന, പിന്നീട് അതിനൊരു ഫുൾ ഫോം കണ്ടെത്തിയ അമ്മ എന്ന പേരുണ്ട്. 30 വർഷമായി അമ്മ തുടങ്ങിയിട്ട്. 1994 ഇന്ത്യൻ സിനിമാ രംഗത്ത് ഇല്ലാത്തൊരു വലിയ മുന്നേറ്റമായിരുന്നു അമ്മ. ഇപ്പോ നമുക്ക് നടികർ സംഘത്തിന്റെ വിഷയം അറിയാം. അവിടെ വിശാൽ അടക്കം വന്നപ്പം കായികമായി പോലും വിശാലിനെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി 2022. എവിടെയാണ് അമ്മ എന്ന സംഘടന ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? അവിടെയാണ് അമ്മ എന്ന സംഘടനയ്ക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായപ്പോ കൂടെ ഉള്ളവരോടക്കം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഴുവൻ രാജിവെക്കുകയും എന്നാൽ കൈനീട്ടം അടക്കമുള്ള കാര്യങ്ങൾ 125ഓളം പേർക്ക് 5000 രൂപ പെർ മന്ത് ഉള്ള കൈനീട്ടം അടക്കം കണ്ടിന്യൂ ചെയ്യുമെന്നും പറയുകയാണ് അവർ ചെയ്തത്. ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാട്ടുകയാണ്, അമ്മ ചെയ്യുന്ന നല്ല കാര്യങ്ങളോ അമ്മ ചെയ്ത മുന്നേറ്റങ്ങളെ ഒന്നും നമ്മൾ കാണാതിരിക്കണം. ഉദാഹരണം, ഒരു ഇൻഡസ്ട്രി മുഴുവൻ ഒരുമിച്ച് വന്ന് 2020 എന്നൊരു സിനിമ എടുക്കുക. എനിക്ക് തോന്നുന്നില്ല ലോക സിനിമയിൽ എങ്ങനെ അഭിനേതാക്കളുടെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഹേമ കമ്മിറ്റിയിൽ. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സംഘടനയാണ് ഒളിച്ചോടിയത്. അത് മാത്രമല്ല, അവിടെ നിന്ന് ഇപ്പോൾ വിമത നീക്കം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ജോസ് തോമസ് അതിനെ വലിയ വാക്കുകളാണ്. അല്ലല്ല, ജോസ് തോമസ് അങ്ങനെ അല്ല എന്ന് പറയുമ്പോഴും അവിടെ ഈ സംസാരിച്ചിരിക്കുന്നവർ അവിടെ മത്സരിച്ച് തോറ്റവർ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ശ്രീമതി ടി ബി മിനി എന്നുള്ള കാര്യം താങ്കൾ തിരുത്തുമോ? രാഹുൽ ആവശ്യപ്പെട്ട പ്രകാരം AMM എന്നുള്ളത് താങ്കൾ തിരുത്തുമോ? ഞാൻ എന്തായാലും അമ്മ എന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. നമ്മള് ഈ അമ്മയെ ഒന്ന് മോശമാക്കാൻ അമ്മ എന്ന വാക്ക് അവരോട് ചേർത്ത് പറയുന്നതൊക്കെ കരുതുന്നതിന് അർത്ഥമില്ല. അമ്മ ചെയ്ത ഒരുപാട് സേവന പ്രവർത്തികളുണ്ട്. ഒരു കുടുംബത്തിലെ ഐക്യം പോലെ അമ്മ, അതായത് ഫെഫ്കി അടക്കം ഇപ്പം കൊണ്ടുവന്ന ഇൻഷുറൻസ് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ കൊണ്ടുവന്നു. ജോസ് തോമസ് സാറിന് തെറ്റാണെങ്കിൽ തിരുത്താം. ഞാൻ മനസ്സിലാക്കുന്നത് 2023-24 അടക്കം 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കൊണ്ടുവന്നു. സമാനമായ പല ഇനീഷ്യേറ്റീവ്സും അമ്മ ഒരുപാട് കാലം മുമ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ സിനിമകളിൽ ഒന്നും കാണാത്ത പോലെ ഒരുമിച്ച് 2020 എടുക്കുകയും മറ്റും കൊണ്ടുവന്നു. ഒരു പോസിറ്റീവ് കാണാതിരിക്കും. മറുപടി ശ്രീമതി ടി ബി മിനി. ഞാൻ AMM എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അമ്മ എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. രാഹുലിന് വേണമെങ്കിൽ അമ്മ എന്ന് വിളിക്കാം, ഞാൻ അതിന് തടസ്സമല്ല. പക്ഷെ AMM എന്ന് പറഞ്ഞ സംഘടന ഒരു സംഘടനയാണെങ്കിൽ ഒരാൾക്കിതിന് ഒരു ആരോപണം വന്നു. ഈ ഫെഫ്ക അഡ്രസ് ചെയ്ത വിഷയം എന്താ? സിനിമാ മേഖലയിൽ സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ട്. ഈ ചിലപ്പോ ഇതിന്റെ സെക്രട്ടറിക്കെതിരായിട്ട് തന്നെ ആരോപണങ്ങൾ വന്നേക്കാം. ആ സെക്രട്ടറിനെ മാറ്റി വേറൊരാളെ വെക്കുക എന്നതല്ലാതെ ആ സംഘടനയെ, അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റീനെ ജനറൽ ബോഡി വിളിച്ച്
തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റിനെ മുഴുവൻ ആളുകളും രാജിവെച്ച് പോകുക എന്ന് പറയുന്നത് എന്തൊരു അബ്സർഡിറ്റിയാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്രയധികം സംഘടിതമായിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഈ കുഞ്ഞുങ്ങള് ക്ലബിലെ ആളുകളുണ്ടല്ലോ, ഇപ്പൊ ഓണാവുമ്പോ ഒക്കെ കണ്ടിട്ടില്ലേ, ആ ക്ലബിലെ ആളുകൾ വരെ പരിഹസിച്ച് ചിരിക്കും. ഒരു വിഷയം ഉണ്ടായി, ഒരു സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്ന വിഷയം തന്നെയാണ് ഉണ്ടായത്. ആ വിഷയത്തിൽ പേടിച്ചിട്ട് എല്ലാവരും ഓടുകയാണ്. ഇനി ഞങ്ങൾ ഈ സ്ഥാനത്തിരിക്കില്ല, ആ സ്ഥാനത്തിരിക്കുന്നതുകൊണ്ടാണ് ആരോപണങ്ങൾ എന്ന് ചിലപ്പോൾ അവർ വിചാരിച്ചു കാണും. അതുകൊണ്ടാണ് ഇനി ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ രാഹുൽ പറഞ്ഞ കാര്യം ശ്രീമതി ടി ബി മിനി, ഇത് വിമത നീക്കമോ ബദൽ നീക്കമോ ഒന്നുമല്ല അമ്മയിൽ നടക്കുന്നത് എന്നാണ്. താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഉണ്ടായാൽ ആരെ കുറ്റം പറയാൻ പറ്റും? കാരണം അങ്ങേറ്റ അനിശ്ചിതത്വത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ എന്നെ നിങ്ങൾക്കറിയില്ലേ എന്ന് മാത്രം ഒരു പ്രസിഡന്റ് പറയാണ്. എന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന മെമ്പർമാർക്ക് എന്താ ആവശ്യം? അതിന്റെ ഒരു ആവശ്യം ജനങ്ങൾക്കുമില്ല. അദ്ദേഹത്തിന് മനസ്സിലാകേണ്ടത് ഈ ഒരു സംഘടനയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു എന്നെ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ലല്ലോ. സെക്രട്ടറി രാജിവെച്ചെങ്കിൽ പ്രസിഡന്റിന് അതിന്റെ ചുമതലയുണ്ട്. ആ പ്രസിഡന്റ് ആ നിലയിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഈ വിഷയത്തെ അഡ്രസ് ചെയ്യണം. ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച വിഷയത്തെ AMMA എന്ന് പറഞ്ഞ സംഘടന ഇതുവരെ അഡ്രസ് ചെയ്തിട്ടില്ല. ഉണ്ട് എന്ന് പറയണല്ലോ. സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, സ്ത്രീകൾക്ക് മെച്ചപ്പെട്ട വേതനം കിട്ടാത്ത അവസ്ഥയുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റിനെ ദുരുപയോഗം ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. ഞങ്ങൾ ആ വിഷയത്തിൽ ഇന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഇനിമേൽ അത് അനുവദിക്കില്ല, ഞങ്ങളിൽ ആരും അതിന് കീഴ്പ്പെടില്ല, ഞങ്ങൾ അതിനെതിരായിട്ട് നിൽക്കും എന്നെങ്കിലും ഈ നടക്കും നടക്കില്ല എന്നുള്ളതല്ല, പറയാനെങ്കിലുമുള്ള ഒരു മര്യാദ അവര് കാണിക്കേണ്ടിരുന്നില്ലേ? അങ്ങനെ കാണിക്കാതെ അവരെ മുഴുവൻ ഈ മറ്റ് ഇപ്പൊ പറഞ്ഞ എന്ത് അബ്സർഡിറ്റിയാണ് രാഹുൽ ഈ പറയുന്നത്? 123 അംഗങ്ങൾക്ക് കൈനീട്ടം അയച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ നിസ്സഹായ അവസ്ഥയെ മുതലെടുത്ത് ഇങ്ങനെ സംസാരിക്കണ എത്ര കാലമായി? അതാണോ സംഘടന? അവരുടെ നിസ്സഹായ അവസ്ഥ. കാരണം ചില ആളുകൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, സിനിമ ഇല്ലാത്ത പ്രശ്നമുണ്ട്, വരുമാനം ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ഇതിനെയൊക്കെ എന്നും ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത് എന്തൊരു മോശമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇത് മാർക്കറ്റ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ മാത്രമല്ല അത് കൊടുക്കുന്നത്, അത് ഈ AMM എന്ന സംഘടന മാത്രമല്ല, എത്രയോ സംഘടനകൾ കേരളത്തിന്റെ സൊസൈറ്റിയിൽ, അസോസിയേഷനുകൾ, ട്രേഡ് യൂണിയൻസുകൾ, അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരു അവശത വരുന്ന സമയത്ത് ഇതൊന്നും വിളിച്ചു പറയാണ്ട് ചെയ്യുന്ന ആളുകളാണ്. അത് ഇവിടെ എല്ലാ ദിവസവും ഇത് വിളിച്ചു പറയുകയും നമ്മൾ ഉദ്ദേശിക്കുന്നത് കൈനീട്ടത്തിന്റെ വിഷയം മാത്രമല്ലല്ലോ, ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. ഒരു തൊഴിലിടത്തിൽ സ്ത്രീകൾ ഇത്രമാത്രം സെക്ഷൽ ഹരാസ്മെന്റിന് വിധേയമാകുക, ഡിസ്ക്രിമിനേഷന് വിധേയമാവുക, ആ തൊഴിലിടത്തിൽ ഒരു സുരക്ഷിതത്വം ഇല്ലാതിരിക്കുക, ആ വിഷയത്തെ അഡ്രസ് ചെയ്യണ സമയത്ത് അയ്യോ 10 എന്ന് പറഞ്ഞ് ഓടണം എന്തിനാ? എന്ത് മര്യാദയാണ്? ശരി, രാഹുൽ ശരിയാണല്ലോ. രാഹുൽ എന്ത് പറഞ്ഞാലും AMMA എന്നേ ശ്രീമതി ടി ബി മിനി പറയുകയുള്ളൂ. മാഡത്തിന്റെ ഫ്രീഡം ആണത്, അത് മാഡത്തിന്റെ ഫ്രീഡം ആണല്ല. ഒരു പെട്ടെന്നൊരു മറുപടി. ശ്രീ സിദ്ദിഖിന്റെ പ്രസ് മീറ്റ് കണ്ടവർക്കറിയാം, മോഹൻലാലിന്റെ പത്രക്കാരോട് സംസാരിച്ച് കണ്ടവർക്കറിയാം, ഈ മോഹൻലാൽ എന്ന മഹാനടൻ ഏറ്റവും താഴ്മയോടുകൂടി ഇതിനേക്കാൾ എളിമ ഒരാൾക്ക് പറ്റില്ല, ഭൂമിയോളം താഴ്ന്നു എന്ന് പറയുകയാണ്. ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അന്യരായത്? പ്രശ്നങ്ങൾ ഉണ്ടാകാം, നമുക്ക് ഒരുമിച്ച് നിന്ന് പരിഹരിക്കാം. മോഹൻലാലിനെ പോലെ മഹാനടനടക്കം ശ്രീ സിദ്ദിഖ് 1-2 മാധ്യമപ്രവർത്തകർ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞതിന് നന്നായി ശ്രീ തിലകന്റെ മകൾ കൈകാര്യം ചെയ്തു, അവർ മനോഹരമായി കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞു. മനോഹരം എന്ന വാക്ക് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നൊരു പെൺകുട്ടി പറഞ്ഞു, സോറി ഞാനത് പിൻവലിക്കുന്നു. ഏറ്റവും വിനയത്തിന്റെ ഭാഷയിലും എളിമയുടെ ഭാഷയിലും അവർ തീർന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ശ്രീ രഞ്ജിത്ത് രാജിവെച്ചില്ല, അത് കാരണം പുള്ളി കുറ്റക്കാരനാണ്. ശ്രീ സിദ്ദിഖ് രാജിവെച്ചു, അത് കാരണവും പുള്ളി കുറ്റക്കാരനാണ്. രാജിവെച്ചാൽ കുറ്റം, രാജിവെച്ചില്ലെങ്കിൽ കുറ്റം. എന്ത് ചെയ്താലും ഇവരെല്ലാം കുറ്റം പറയുന്ന ഒരു മനോഭാവം ശരിയാണോ? ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ശ്രീമതി മിനി മാഡത്തിന്റെ ലീഗൽ പൊസിഷൻ അറിയേണ്ടതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും അവസാനം വന്ന വിധിയിൽ 7ാം പേജ് 7ാം പാരാഗ്രാഫ് 2ാം ഉപഖണ്ഡികയിൽ ആരോപിതരുടെ പേര് കൂടി വെളിയിൽ വിടണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റിയുടെ ഒരു പോസിറ്റീവ് ഇഫക്റ്റും കൂടെയാണ്. വെറുതെ ആരോപണം വെച്ച ആൾക്കാരെ തേജോവധം ചെയ്യാനും വ്യാജ പരാതികൾ ആൾക്കാരെ കൊടുക്കാനും നിവിൻ പോളിയെ പോലെയൊക്കെയുള്ള ആൾക്കാരെ കൊടുക്കാനും ശ്രമിക്കുന്നതിന് കേരള സമൂഹം ഇന്ന് ജാഗരൂകരാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഞാനടക്കം ഞങ്ങളെ പോലെ സാധാരണക്കാരടക്കം പറയുന്ന വാദഗതി കേട്ടുകൊണ്ട് ആരോപിതരുടെ പേര് പോലും വെളിയിൽ പറയരുത് എന്ന നിലപാടിലേക്ക് ഒരു വിധിന്യായത്തിൽ വന്നിരിക്കുകയാണ്.
ഇതൊക്കെ ഹേമ കമ്മിറ്റിയുടെ പോസിറ്റീവ് ആണ്. അതൊക്കെ കേരള സമൂഹത്തിന് പൊതുവെ ശരി, ഇന്ത്യൻ രാഹുൽ സമൂഹത്തിന് ഇടപെടുകയാണ്. ഇപ്പോൾ സിനിമാ നിരൂപകനായ ശ്രീ പല്ലിശ്ശേരി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പല്ലിശ്ശേരി, എന്ത് നീക്കമാണ് ഇപ്പോൾ ഈ അമ്മയിൽ നടക്കുന്നത് എന്നാണ് താങ്കൾക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉള്ളതാണല്ലോ. ഇവിടെ ജോസ് തോമസ് പറഞ്ഞു ഇങ്ങനെ കുറച്ചു പേർ വന്ന് സംസാരിച്ചിട്ടുണ്ട്, അത് ബി ഉണ്ണികൃഷ്ണനുമായിട്ട് സംസാരിച്ചുവെന്ന്. അത് ഈ അമ്മയിൽ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ മത്സരിച്ച് തോറ്റ ആളുകൾ അവരിൽ ചിലരാണ് എന്നുമാണ്. താങ്കൾക്ക് കിട്ടിയ വിവരം എന്താണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സിനിമാ മേഖലയിൽ ഈ ഹേമ കമ്മിറ്റിയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ, ഈ സംഘടനകൾ തമ്മിലുള്ള ഒരു പരസ്യമായ ഒരു ഭിന്നിപ്പിലെ കാര്യങ്ങൾ വരുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ഫെഫ്ക ഒരു പഠന റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ഈ അമ്മ തയ്യാറായില്ല സംയുക്തമായി ഒരു വാർത്താ സമ്മേളനം നടത്താൻ എന്നാണ്. അപ്പോൾ ആരാണ് അതിന് തടസ്സം നിന്നത്? ഞാനിത് അറിഞ്ഞ നിമിഷം മുതല് ഞാൻ ഉണ്ണികൃഷ്ണനെ വിളിച്ചു. ഉണ്ണികൃഷ്ണൻ എൻ്റെ ഫ്രണ്ട് കൂടിയാണ്. ആ ഫ്രണ്ട്ഷിപ്പ് അല്ല നിൽക്കുന്നത്. ഉണ്ണി എന്താണ് ഇങ്ങനെ കേൾക്കുന്നത്? അപ്പൊ ഉണ്ണി ഇങ്ങനെ പറഞ്ഞു വെച്ചാല്, ഞാൻ ഈ പറഞ്ഞ 20 പേരെയൊന്നും ഞാനോട് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. 2-3 പേര് ഇങ്ങനെ ഇതിന്റെ സംഘടനയുടെ ഒരു കാര്യം പറഞ്ഞു വന്നു. അപ്പൊ അത് പെട്ടെന്ന് നടക്കാവുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഇവിടെ ഉൾക്കൊള്ളിക്കുക? കാരണം ഇത് ഫെഫ്ക എന്ന് പറഞ്ഞാല് അതിൽ താരങ്ങളില്ല അതില്. അപ്പൊ താരങ്ങളില്ലാത്ത അവരെങ്ങനെ കൊള്ളിക്കും? അങ്ങനെ വരികയാണെങ്കിൽ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ മാക്ട ഉണ്ടാക്കിയ പോലെ, മാക്ടയ്ക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ടല്ലോ, മാക്ട ഉണ്ടാക്കിയ പോലെ അമ്മയെ അതിൽ സംഘടിപ്പിക്കും എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അപ്പൊ തന്നെ ജഗദീഷിനെ വിളിച്ചു. അമ്മയുടെ ആളാണ്. ജഗദീഷിനെ വിളിച്ചു. മിസ്റ്റർ ജഗദീഷ്, ഇങ്ങനൊരു കാര്യം കേൾക്കുന്നു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ജഗദീഷ് പറഞ്ഞു, എനിക്ക് അറിയില്ല, ഞാൻ അറിയാത്ത കാര്യം പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ മുൻ പ്രസിഡന്റിനെ വിളിച്ചു, മോഹൻലാലിനെ വിളിച്ചു, മമ്മൂട്ടിയെ വിളിച്ചു. ഇവരാരും ഫോൺ എടുത്തില്ല. പിന്നെ ജയൻ ചേർത്തല വിളിച്ചു, ജയൻ ചേർത്തലയും കിട്ടിയില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അമ്മ ഒരു പിളർപ്പിലേക്ക് പോവില്ല എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. പിളരില്ല. അതിന് കാരണം വേറൊന്നുമില്ല, അമ്മയെ നയിക്കുന്നവര് സക്സസ് ഉള്ളവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് ആലോചിക്കണം. അമ്മയെ നയിക്കുന്നവര് പിന്നിലായാലും മുന്നിലായി നിൽക്കുന്ന ആൾക്കാർ മെയിനായിട്ട് മമ്മൂട്ടി, മോഹൻലാല്, പൃഥ്വിരാജ്, അങ്ങനെ പോലെ ലൈവായിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. ഇവര് വെറും ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല, ഇവരെല്ലാവരും സ്വന്തമായിട്ട് സിനിമ നിർമ്മാണ കമ്പനി എടുക്കുന്ന ആൾക്കാരാണ്. നിർമ്മാണ കമ്പനി മാത്രമല്ല, വിതരണമുണ്ട്, തിയേറ്റർ ഉടമകളുണ്ട്. അതായത് ഒരു നടൻ പ്രശസ്തിയിലേക്ക് വന്നപ്പോൾ അവരിതെല്ലാം ആണെന്ന് ആലോചിക്കണം. എല്ലാ രംഗത്തും അവരുടേതായിട്ടുള്ള ആൾക്കാരുമുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പൊ അമ്മ സംഘടനയുള്ള ആൾക്ക് എത്ര പേരെ അഭിനയിക്കുന്നുണ്ട്? എത്ര പേരെടുത്ത് തൊഴിലില്ലാത്തവരാണ് കൂടുതൽ പേരെന്ന് ആലോചിക്കണം. അവര് പണി അറിയാഞ്ഞിട്ടാണോ? അല്ല, അതിലൊരു ഗ്രൂപ്പീസ് ഉണ്ടെന്ന് ആലോചിക്കണം. അതിനെ നിയന്ത്രിക്കാൻ ഇവിടെ ആർക്കും പറ്റിയിട്ടില്ല, ആരും ചെയ്യൂല. കാരണം ഇപ്പൊ മമ്മൂട്ടി ഒരു സിനിമ എടുക്കുന്നു, മോഹൻലാൽ സിനിമ എടുക്കുന്നു, പൃഥ്വിരാജ് സിനിമ എടുക്കുന്നു, ദിലീപ് സിനിമ എടുക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും സിനിമ എടുക്കാന്ന് ആലോചിക്കണം. അവരെടുക്കുന്ന സിനിമകളിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ആ സിനിമകളിൽ അവർ സക്സസ് എന്ന് തോന്നുന്ന ആൾക്കാരെ മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കാവുന്ന ആൾക്കാരെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ എന്ന് ആലോചിക്കണം. അപ്പൊ അതിൽ അമ്മയുടെ ഭാരവാഹിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഫെഫ്കയ്ക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നിർമ്മാതാക്കൾ എന്തിനാ കാശ് മുടക്കുന്ന നിർമ്മാതാക്കിന് ശബ്ദം നിലച്ചു പോയി എന്ന് ആലോചിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആലോചിക്കണം, എന്താ പറയാ, മഞ്ഞിലാസിന്റെ സിനിമ, സെഞ്ചുറിയുടെ സിനിമ, സെൻട്രലിന്റെ സിനിമ, ഗൃഹലക്ഷ്മിയുടെ സിനിമ, അരോമണിയുടെ സിനിമ, മെരിലാൻഡിന്റെ സിനിമ, ഉദയാടെ സിനിമ, ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ബാനറിന്റെ പേര് പറയും, അല്ലെങ്കിൽ തന്നെ ഹരിഹരന്റെ സിനിമ, ജോഷിയുടെ സിനിമ, MTയുടെ സിനിമ, സേതുമാധവൻ, ഇങ്ങനെ പറഞ്ഞിരുന്നെന്ന്. ഇപ്പൊ കേൾക്കുന്നെന്താ? ഇപ്പൊ നമ്മൾ ആർട്ടിസ്റ്റുകളുടെ സിനിമ എന്നൊഴിച്ച് വേറെ എന്തെങ്കിലും കേൾക്കാനുണ്ടോ? അപ്പോ ശബ്ദം കുറഞ്ഞു കഴിഞ്ഞു. സിനിമയെ നിയന്ത്രിക്കുന്നത് ആരാ? സിനിമയെ നിയന്ത്രിക്കുന്നത് ശരിക്കും രാജാക്കന്മാരാണ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എന്ന് ആലോചിക്കണം. ഇപ്പൊ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡിയാണ് അമ്മയുടെ ഈ പുതിയ ഭാരവാഹികള്. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ബോഡിയില് ആരോട് ചോദിച്ചിട്ടാണ് ഇവര് പിരിച്ചുവിട്ടത്? അത് ആരെങ്കിലും അതിന് പോയ അതുപോലും എതിർക്കാൻ ആർക്കും തയ്യാറില്ല. അപ്പൊ എന്താ? എതിർത്താൽ ആ എതിർക്കുന്നവന്റെ ശബ്ദം വളരെ താഴ്ന്നിരിക്കുന്നതായിരിക്കണം. അത് ഭരിക്കുന്നവരും സ്വാധീനമുള്ളവരും മലയാള സിനിമയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആൾക്കാരുള്ള കാലം വരെ എതിർപ്പിന്റെ ശബ്ദം കുറഞ്ഞു വരുന്നുള്ള ആൾക്കാർ. അപ്പോൾ ഈ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച ആളുകൾക്ക് പോലും ഇപ്പത്തൊന്നും പിന്തുണ കിട്ടില്ല അല്ലെ? FFKയും അങ്ങനെ ഒരു പിന്തുണ കൊടുക്കില്ല. ഞാൻ എങ്ങനെ ഞാൻ പറ്റേ ഈ പിന്തുണ ഈ ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മ മുമ്പേ പിളരണ്ട, ഇപ്പോഴല്ല. അമ്മ പിളരേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അന്ന് അമ്മ പിളർന്നില്ല എന്നായിരിക്കണം. പിന്നെ ആരാണ് പിളർത്താൻ വരുന്നത്? ഇപ്പൊ നമ്മൾ വെറുതെ ലിസ്റ്റ് എടുത്ത് വെക്കുക. ഈ ലൈവായിട്ട് നിൽക്കുന്ന പ്രശസ്തരായ അവരാണല്ലോ സംഘടനയിൽ എപ്പോഴുള്ളത്. അവർ രണ്ടു പറ്റില്ലല്ലോ. അവരാരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ ആ സംഘടന ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് എന്തെങ്കിലും സ്ഥാനമാനം കിട്ടില്ല, എന്തെങ്കിലും അമർഷമാണ്. ആ അമർഷത്തിന്റെ പേരിൽ പോയാൽ സംഘടന ഉണ്ടാക്കാൻ പറ്റില്ല. പോയി അവരെവിടെ നിൽക്കും? എന്തുണ്ടാക്കും? ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പൊ ഉദാഹരണത്തില്
മലയാള ചലച്ചിത്ര പരിഷത്ത് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് വേണ്ടി ആദ്യം ഉണ്ടാക്കിയ സംഘടനയാണ് ചെന്നൈയിലുള്ളത്. അത് ഇപ്പോഴുണ്ട്. അതായത് ഏകദേശം 68 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഘടന. പ്രൈം മിനിസ്റ്റർ അടക്കമുള്ളവർ ഭാരവാഹികളായ സിനിമയാണെന്ന് നിലയ്ക്കും ആ സംഘടനയാണെന്ന് നിലയ്ക്കും. ആ സംഘടന ഉണ്ടാക്കി എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റ് വന്നത്. അവരിൽ പലരും തന്നെ ആ സംഘടന മെമ്പർമാരാണ്. എന്താ മലയാള സിനിമ ചെന്നൈയിലായിരുന്ന അവസരത്തിൽ അവിടെ ഉണ്ടാക്കിയ സംഘടനയാണെന്നല്ലേ. ആ സംഘടന ഇപ്പോഴുണ്ട്. ആ സംഘടനയുടെ പ്രസിഡന്റ് സെഞ്ചുറിയുടെ കൊച്ചുമോനാണ്. ആ സെക്രട്ടറി ഡോക്ടർ CG രാജേന്ദ്രൻ. അത് മിക്കപേരും അതിലുള്ളതാക്കും. എന്നാൽ ആ സംഘടനയുമായിട്ട് ആ സംഘടന പൊളിക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സുധീറിനെ മുൻനിർത്തിക്കൊണ്ട് സംഘടന ഉണ്ടാക്കി. ആ സംഘടന ബദലായിട്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല എന്ന് ആലോചിക്കണം. മറ്റേ സംഘടന ഇപ്പോഴുണ്ട്. എന്ന പോലെ തന്നെ അമ്മയ്ക്ക് എതിരെ ബദൽ സംഘടന എന്തായാലും ഉണ്ടാവില്ല. അത് ഉറപ്പ് തന്നെയാണ്. കാരണം അതിന് അടിത്തറ അത്രയും ഉറപ്പിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഈ അമ്മയിലെ പ്രധാന ആളുകളുമായിട്ട് ഈ ഫെഫ്കയ്ക്ക് ചില ഉരസലുകൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണെന്നുള്ള രീതിയിലുള്ള ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട്. മാത്രമല്ല ഈ ഫെഫ്ക ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടിലും തുടക്ക ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മ ഈ വാർത്താ സമ്മേളനത്തിന് തയ്യാറായില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും പക്ഷേ ഈ ഒരു ഉരസൽ കാരണമാണെന്ന് ഇപ്പോൾ താങ്കൾ കരുതുന്നില്ല അല്ലേ? മാത്രമല്ല ഇങ്ങനെ ആളുകൾ സമീപിച്ച കാര്യം, അമ്മയിൽ നിന്ന് സമീപിച്ച കാര്യം ഇത് വാർത്തയാകണമെന്നും ഈ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം അത് അമ്മയ്ക്ക് ഗുണകരമായി തീരുന്നതിന് വേണ്ടി. കാരണം ഇങ്ങനെ ഒരു നീക്കം അവിടെ നടന്നു, അത് നടക്കില്ല എന്നുള്ള കാര്യം വിളിച്ചറിയിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്നാണോ? അല്ല, അതെന്നറിയാ, ഇത് നടക്കില്ല എന്ന് പറയാൻ കാരണം ഇപ്പോ ഉണ്ടാക്കുകയാണെങ്കിൽ മാക്ടെ ഉണ്ട്. ഫെഫ്കയുടെ കീഴിൽ ഒരു ഘടകമാണ് മാക്ടെ. അപ്പൊ അമ്മ വരാണെങ്കിൽ അമ്മ എന്നുള്ള പേര് തന്നെ പറയാം. കാരണം ആ അമ്മ ഉണ്ടാക്കുന്ന ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തനം അതിന് പേരിട്ടത് മുരളിയാണെന്ന് ആലോചിക്കണം. അത് അമ്മ തന്നെ അല്ല, അമ്മ തന്നെയാണത്. ആ അമ്മയുടെ പവിത്രമായ ആ രീതി തന്നെയാണ് അതിന്റെ പേരിട്ടിരിക്കുന്നത്. ആ പേര് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല ആളാണത്. പിന്നെ അമ്മയുടെ കാര്യം പറയുമ്പോൾ എന്താ, അമ്മയ്ക്ക് ഇപ്പൊ എന്താ കുറെ പേർക്ക് നമ്മൾ നിസ്സാര കുറെ പേർക്ക് അവർ പൈസ കൊടുക്കുന്നുണ്ട്. അത് നിസ്സാര കാര്യമല്ല. വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ചെറിയ കാര്യമല്ല. കാരണം മാസം ഇത് 5000 6000 രൂപ കാട്ടിയിരുന്നിട്ട് ആ 6000 രൂപയുടെ ചെലവ് അതിന് മരുന്നുകളെല്ലാം കൊടുക്കുന്നു ആലോചിക്കണം. ഇത് നമ്മുടെ സ്റ്റേറ്റിന് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് ആലോചിക്കണം. അപ്പൊ ഒരു സംഘടന വീഴ്ചകളുണ്ടാവും, പരാതികൾ എതിരില്ലാത്തത് എല്ലാ സംഘടനയും വീഴ്ചകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ എന്നാന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ എനിക്ക് പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ ആരുടെ ചെലവിലും ഒരാളുടെ ചെലവിലും ഒരു സംഘടനയുടെ ചെലവിലും ജീവിക്കുന്ന ഒരാളല്ല എന്നല്ലേക്കണം. കറക്റ്റ് ആയിട്ട് കാര്യങ്ങളാ. ഞാനപ്പോൾ വിളിച്ചത് അതിന്റെ ആൾക്കാരാ. ഉണ്ണി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ഞാനായിട്ട് ആരെയും വിളിച്ചിട്ടില്ല, ഞാനത് സമ്മതിച്ചിട്ടില്ല. അവസാനം ഞങ്ങൾ സംസാരിച്ചു ഉണ്ണി തന്നെ സൂചിപ്പിച്ചു, ഇത് അങ്ങനെ സംഭവിക്കാൻ പോകുന്നതല്ല, അങ്ങനെ സംഭവിക്കില്ല എന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. അപ്പൊ ഇനി സംഭവിച്ചാലോ, ഉണ്ണി അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പൊ മാറ്റയെ പോലെ അമ്മ എന്നുള്ളത് കണ്ടു. അത് നടക്കുന്ന കാര്യമല്ല എന്ന് ഉണ്ണി തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. പിന്നെ ഇത് ആരാണ് എന്താണ് ഇങ്ങനെ വന്നതല്ലേ, ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഈ കമ്മിറ്റിയെ പിരിച്ചുവിട്ടത് എന്തിന്, പിരിച്ചുവിട്ടത് ആര് എന്ന് ആലോചിക്കണം. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിന്റെ ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴല്ല വന്നിട്ടുള്ളത്. എന്താ ഇപ്പോഴല്ല, ഇത് 6 മാസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. 6 മാസത്തിലുള്ള 1.5 മാസം തുടങ്ങിയപ്പോ ആരായാലും മെമ്പർമാര് ജസ്റ്റിസ് ഹേമയുണ്ട്, KB വരസരകുമാരി IAS ഉണ്ട്, നമ്മുടെ നടി ഉർവശി ശാരദയുണ്ട്. ഇവര് 3 പേരുള്ളതെന്ന് ആലോചിക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ 3 സ്ത്രീരത്നങ്ങൾ മാത്രം പോരാ, ഏതെങ്കിലും സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 2 പുരുഷന്മാർ കൂടി വേണമെന്ന് പറഞ്ഞിരുന്നു. കാരണം എന്താ പറയാ, അങ്ങനെ വരുമ്പോൾ കുറേ കൂടി മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇവര് റിപ്പോർട്ട് പോയപ്പോ അവർ വളരെ ഈസി ആയിട്ട് ഇത് റിപ്പോർട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നത്. ഈസി അല്ല. അടന്നപ്പെടാൻ മനസ്സിലായത് വമ്പന്മാരാണ് വന്നിരിക്കുന്നത്. വമ്പന്മാരെന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് കൊടുത്താലാ പറയില്ല. അങ്ങനെ 1.5 വർഷത്തിന് ശേഷം റിപ്പോർട്ട് കൊടുത്തിട്ട് എന്താ, ആ റിപ്പോർട്ട് കൊടുക്കുന്നതിനിടയിൽ ഈ രഹസ്യങ്ങളെല്ലാം ചോർത്തി കൊടുത്തുകൊണ്ടാണ് എനിക്ക് കിട്ടി. ഞാൻ മുമ്പ് ഞങ്ങളുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ അതിലത്തെ റിപ്പോർട്ടുകൾ ആരൊക്കെയാണ് VIPs ഉള്ളത്, ആരൊക്കെയാണ് വമ്പന്മാര്, അവരുടെ പേരുകളെല്ലാം ചോർത്തി കൊടുത്തുകൊണ്ട് ആ പേജുകൾ കൊണ്ടുപോയിട്ടില്ല നിൽക്കണം. നമുക്ക് ഈ ഗവൺമെന്റ് തന്നെ അത് അടച്ചു വെച്ചിരിക്കല്ലേ. ആലോചിക്കണം, അതിലെന്താ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പോലും വിധേയരാക്കിയെന്ന് പറഞ്ഞ. അപ്പൊ അതിനർത്ഥം പോക്സോ കേസ് പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കേണ്ട ആ കേസ് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലും ഒളിപ്പിച്ചു വെച്ചു ആര്, ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അവർ ക്രിമിനൽ, അവർ പ്രതിസ്ഥാനത്ത് അവർ ചേർക്കേണ്ടതല്ലേ. അത് മാത്രമല്ല അത് പക്ഷേ കോടതി ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ആ റിപ്പോർട്ട് കൈമാറാൻ പറഞ്ഞു, റിപ്പോർട്ട് കൊടുത്തു. ഇനി ബാക്കിയുള്ളവരുടെ മൊഴി എടുക്കാനും പോവുകയാണ്. അത് ഇവരുടെയോ, അത് ഒരു സംഘടനയുടെയും നേതൃത്വം കൊണ്ടല്ല. അതെന്താ വിവരാവകാശ കമ്മീഷനിലേക്ക് ചോദിച്ചപ്പോ കൊടുത്തു.
വിവരാകാശം ചോദിച്ചപ്പോഴും സമ്മതിച്ചില്ലല്ലോ. എന്നിട്ട് മുഴുവൻ റിപ്പോർട്ടും കൊടുത്തില്ലല്ലോ. അവർക്ക് ഇഷ്ടമുള്ള റിപ്പോർട്ടോ കൊടുത്തിട്ടുള്ളതാണ്. അത് പോരാ. അത് കിട്ടാതായപ്പോഴാണ് കോടതിയിൽ പോയത്. കോടതിയിൽ പോയപ്പോഴാണ് എല്ലാ റിപ്പോർട്ടും കൊണ്ടുവരണം, ഒരു പേജുകൾ നഷ്ടപ്പെടുത്താതെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പേജുകളെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഈ റിപ്പോർട്ട് ഇപ്പോ വന്നു, അന്വേഷണത്തിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് പലർക്കും അറിയാം ആരൊക്കെ ഇതിന്റെ പുറയിലുണ്ടെന്നുള്ളത്. അപ്പോൾ പക്ഷേ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി പറയുന്നത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു ഈ പേരുകൾ പുറത്തു വിടണമെന്ന്. ഇന്നും ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്, പേരുകൾ പുറത്തു വിടണമെന്ന്. അപ്പോൾ ആ ഒരു ചങ്കൂറ്റം ഫെഫ്കയ്ക്ക് ഉണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? കുറച്ച് അല്ല, ഞാൻ വ്യക്തി ഫെഫ്ക കിട്ടുമെന്ന് പറയാൻ കാരണം ഇപ്പൊ പറഞ്ഞുള്ളതല്ല. നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഫെഫ്കയായാലും അമ്മയായാലും മാക്ടൈ ആയാലും നിർമ്മാതാക്കളുടെ സംഘടന ഏത് ഒരു സംഘടനകളും മിണ്ടിയില്ല എന്നാലോചിക്കണം ഇപ്പോ. അത് മനസ്സിലായില്ലേ? അപ്പൊ അത് ആദ്യമേ പറയണമായിരുന്നല്ലോ, ഇപ്പോഴല്ല, ആദ്യമേ പറയണമായിരുന്നു ഇവര്. കാരണം എന്താ പറയാ, ഇവിടെ നമ്മൾ രാധിക എന്നുള്ള ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, MR രാധയുടെ മകള് രാധിക ഒരു വെടി വെച്ചില്ല. ഇവിടെ മലയാള സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ട് അവര് കാരവന്റെ ഡ്രസ് മാറുമ്പോ അത് കണ്ട് ആസ്വദിക്കുന്നവരിവിടെ ഉണ്ടെന്ന് പറയുന്നു. ഇത്രയും കോളിലൊക്കെ ഇത്രയും വിവാദമായ സംഭവം വന്നിട്ട് അത് അന്വേഷിക്കാനോ അതിനെക്കുറിച്ച് അമ്മ പറഞ്ഞോ, അതിനെക്കുറിച്ച് പറഞ്ഞോ, അത് ആരാന്ന് അന്വേഷിച്ചോ, അത് എവിടെ പോയി, അത് പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇത്ര നിരവധി പ്രശ്നങ്ങളോട് ആലോചിക്കണം. ശരിയാണ്. ജോസ് തോമസ് ഉണ്ട്, ജോസ് തോമസ് ലൈവിലുണ്ട്. ജോസ് തോമസ് അതിനുള്ള മറുപടി. വൈകി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? ജോസ് തോമസ് ഉണ്ട്, ജോസ് തോമസ് ഡയറക്ടർ. അല്ല മഞ്ജുഷ്, പല്ലിശ്ശേരി പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല എന്നുള്ളതിന് ഞാൻ നേരത്തെ പറഞ്ഞു എന്നാണ് എന്റെ വിചാരം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ മമ്മൂട്ടിയും മോഹൻലാലുമായി സംസാരിച്ചു, നമുക്കൊരു വാർത്താ സമ്മേളനം നടത്താം, ഇത്രയേ ഉള്ളൂ. ആ റിപ്പോർട്ട് ഒന്ന് പഠിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. അന്ന് ഒരു നടൻ അതിലിടപെട്ടിട്ട് പറഞ്ഞു പത്രസമ്മേളനം നടത്തരുത്, മാധ്യമങ്ങളെ കാണരുത്, നമ്മൾ എന്തിനിപ്പോൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രധാന നടന്മാർ അതിനെ സമ്മതിച്ചു കൊടുത്തു. ഇതാണ് അന്ന് വാർത്താ സമ്മേളനം നടക്കാതെ പോയി. പിന്നെ അങ്ങനെ ഇടപെട്ട ആൾ ആരാണ്? അമ്മയിലെ ഒരു പ്രധാനിയാണോ അത്? ജഗദീഷാണ് പറഞ്ഞത്. എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല, ജഗദീഷാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്. താങ്കൾ ഗുരുതരമായ ഒരു കാര്യമാണ് പറയുന്നത്. ജഗദീഷ് ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും അത് വേണ്ട എന്ന് വെച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? ഞാനല്ല, ഇത് ഉണ്ണികൃഷ്ണൻ ഞാനുമായി സംസാരിച്ചപ്പോൾ വന്നതാണ്. ഇത് ഞാൻ ഇപ്പോൾ പുറത്തു പറയുന്നത്, ഞങ്ങൾ പത്രസമ്മേളനം നടത്താൻ താമസിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ കമ്മിറ്റി വിശദമായി ഈ കാര്യങ്ങൾ പഠിച്ചിട്ട്, കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചിട്ട് ഞങ്ങളുടെ ജനറൽ കൗൺസിൽ കൂടി ഇത്തരം ചോദ്യങ്ങൾ മുഴുവൻ കൊടുത്ത് അവരിൽ നിന്ന് ഉത്തരം തേടി 3 ദിവസം എല്ലാ പ്രധാനപ്പെട്ട അംഗങ്ങളുമായി നിരന്തരമായി ചർച്ച നടത്തിയാണ് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അപ്പോ ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 26 പ്ലാൻ ഓഫ് ആക്ഷൻ ഇത് നടത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ICC ഉണ്ടാക്കേണ്ടത് നിർമ്മാതാവാണ്. ശ്രീ ജോസ് തോമസ്, അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം. കാരണം ഈ ജഗദീഷിന്റെ കാര്യം താങ്കൾ പറഞ്ഞത് കൊണ്ടാണ്. ജഗദീഷാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് കൃത്യമായിട്ട് കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയണം എന്ന്. അത് താങ്കൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച രീതി താങ്കൾ ശ്രദ്ധിച്ചിരുന്നതാണല്ലോ, ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന്. അപ്പോൾ ഇതേ ജഗദീഷ് തന്നെ ആദ്യം ഇങ്ങനെ തടസ്സവാദം ഉന്നയിച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? തടസ്സവാദം ഉന്നയിച്ചു എന്ന് ഡി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതാണ്. മാത്രവുമല്ല മമ്മൂട്ടി മോഹൻലാലിന്റെയും ഒക്കെ പ്രസൻസിലാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഇത് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല. പക്ഷെ ഇക്കാര്യത്തിൽ ജഗദീഷ് ഒരു ഹീറോയായി മാറുകയായിരുന്നു. കാരണം അമ്മയിൽ കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തയാളെന്ന രീതിയിലാണ് ജഗദീഷിനെ പിന്നീട് കാണാനായത്. ശ്രീ ജോസ് തോമസ്, അതിന്റെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇത് സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ജഗദീഷ് ഹീറോയായി, അത് ഓക്കെ, ജഗദീഷ് എന്റെ അടുത്ത സുഹൃത്താണ്. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് മാറ്റി പറഞ്ഞത്? ചിലപ്പോൾ പിന്നീട് തീരുമാനങ്ങൾ മാറ്റി കാണാം, അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടായി കാണാം. ഞാൻ അങ്ങനെ വിചാരിക്കാം. എന്തായിരുന്നു അന്നത്തെ തടസ്സം? മാധ്യമങ്ങളോട് സംസാരിച്ചാൽ മാധ്യമങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കും, അതുകൊണ്ട് അമ്മ സംഘടനയ്ക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്നായിരുന്നു ജഗദീഷ് അങ്ങനെ പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് തീരുമാനിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. അതെന്താണ് അതിന്റെ കാരണമെന്ന്, അതിന്റെ റീസൺ കൃത്യമായി അറിയില്ല. ഇനി അടുത്തൊരു കാര്യം, ഈ ഫെഫ്ക എന്താണ് ഇടപെടേണ്ടത്? ഫെഫ്കയാണോ അത് അന്വേഷിക്കേണ്ടത്? അല്ല, അത് നിയമത്തിന് മുമ്പിൽ വരേണ്ട കാര്യമാണ്. ഏത് കാര്യമല്ലാണ് ക്യാമറ വെച്ചെടുത്തത്? അവരത് വിശദമായി പറയുന്നില്ല. അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ്. ഇനി ഫെഫ്കയുടെ റിപ്പോർട്ടിൽ പറയുന്ന എന്താണ്? ഈ ഒളിച്ചു വെച്ചിരിക്കുന്ന പേരുകളെല്ലാം പുറത്തു വരണം. ഞങ്ങൾക്ക് ഭയമേ ഇല്ല.
ഞങ്ങളുടെ കൂട്ടത്തിൽ കുറ്റക്കാരുണ്ടെങ്കിൽ അവരെയും ശിക്ഷിക്കട്ടെ എന്നാണ് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ICC നിർബന്ധമാണെന്ന് പറഞ്ഞു. നേരത്തെ അതിന്റെ തീരുമാനങ്ങൾ എടുത്തിരുന്നു, പക്ഷേ പല സ്ഥലത്തും അത് പ്രാവർത്തികമാവുന്നില്ല. ഞങ്ങൾ ഇന്നലെ എടുത്ത തീരുമാനമാണ്, ഇനി ICC ഇല്ലാത്ത ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോലും ഞങ്ങളുടെ അംഗങ്ങൾ വർക്ക് ചെയ്യില്ല. മാത്രവുമല്ല 24/7 വർക്ക് ചെയ്യുന്ന 5 സ്ത്രീകളടങ്ങിയ ഒരു പ്രശ്ന പരിഹാര സെൽ ഞങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞു. 25-ാം തീയതി മുതൽ, സെപ്റ്റംബർ 25 മുതൽ അത് നിലവിൽ വരും. ഏതെങ്കിലും ലൊക്കേഷനിൽ എന്തെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ഇമീഡിയറ്റ്ലി ഈ സ്ത്രീകളെ ഈ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ചു പറഞ്ഞാൽ 24 മണിക്കൂറിനകം നടപടി ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ, ആ കാര്യങ്ങൾ റിപ്പോർട്ട് രൂപേണ തന്നെ ഫെഫ്ക തന്നിട്ടുണ്ട്. അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം അത് ഹേമ കമ്മിറ്റി ശുപാർശകളെ അംഗീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഫെഫ്ക പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ അമ്മ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം നടൻ ജഗദീഷാണ് എന്ന് താങ്കൾ പറയുന്നു. അതൊരു ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അന്നത്തെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് അന്ന് ഈ സ്റ്റേജ് ഷോയുടെ തിരക്കുള്ളത് കൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ ഒരു ഇത് പഠിച്ച് ഒരു അഭിപ്രായം പറയുവാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു എന്നായിരുന്നുവല്ലോ. പിന്നീട് സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും അക്കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങൾ അമ്മയ്ക്ക് ഉള്ളിൽ സംഭവിച്ചു എന്ന് താങ്കൾ തുറന്നു പറയുകയാണ്. പല്ലിശ്ശേരി ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ ശ്രീ പല്ലിശ്ശേരി, അങ്ങനെ ഒരു സംഭവം നടന്നു എന്നാണ് കേട്ടോ. ഒരു 10 സെക്കൻഡ് ചിലപ്പോൾ ജഗദീഷിന്റെ ഉള്ളിൽ തോന്നിയ വികാരം അതായിരിക്കും. നമുക്കിത് പഠിച്ചു പറയാൻ സമയമില്ല, റിഹേഴ്സൽ നടക്കുകയാണ്, പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് മാറ്റിവെക്കാമെന്ന് പറഞ്ഞതായിരിക്കും. ഞാൻ ജഗദീഷിനെ ഒരു പോസിറ്റീവായുള്ള നിർദ്ദേശമാണല്ലോ മുന്നോട്ട് വെച്ചത്. അമ്മയും ഫെഫ്കയും പ്രൊഡ്യൂസർ അസോസിയേഷനും ഒന്നിച്ചിരുന്നുകൊണ്ട് അതിൽ ഈ പറയുന്ന അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ ഉണ്ടാകും ആ പ്രസ് കോൺഫറൻസിൽ. അങ്ങനെ ഇരുന്നു കൊണ്ട് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാമെന്നാണല്ലോ മുമ്പൊരു അഭിമുഖത്തിൽ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഓർക്കുന്നു. അന്ന് മോഹൻലാലിന് പേഴ്സണലായിട്ട് കുറച്ച് അസൗകര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു പ്രശ്നം കാരണം, ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഭാര്യയുടെ, അതുകൊണ്ട് അങ്ങനെ ചില തടസ്സം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മോഹൻലാൽ ഇല്ലെങ്കിൽ പോലും മറ്റാളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വാർത്താ സമ്മേളനം നടത്തുവാൻ തയ്യാറായിരുന്നു ഫെഫ്ക. പക്ഷെ അതിന് ഇടങ്കോലിട്ടത് ജഗദീഷാണ്, അല്ലേ? ഹലോ, പല്ലിശ്ശേരി ജോസ് തോമസോട് പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ, അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, അങ്ങനെ താങ്കൾ കേട്ടിരുന്നു? തോമസ് ഒരു കാര്യം പറഞ്ഞു. പക്ഷെ ഇതിൽ വേറെ കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടത്, ഇതിൽ WCC എന്നൊരു സംഘടനയുണ്ട്. ആ സംഘടന കാരണമാണ് ശരിക്കും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഉണ്ടാവാൻ കാരണം ആലോചിക്കണം. ഇപ്പൊ എന്തുകൊണ്ട് WCC എന്തുകൊണ്ട് ഉണ്ടായി, നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച സജീവമായിട്ട് വരുന്നില്ല. WCC ഉണ്ടാവാൻ കാരണം എന്താ? നടികൾക്ക് നീതി ലഭിക്കാത്തത് കൊണ്ടാണെന്ന് ആലോചിക്കണം. ആ WCCയിൽ വർക്ക് ചെയ്തവരെ എത്രയോ നടികൾ നമ്മൾ എന്ത് കണക്ക് നിർത്തിയാലും ഒരു കാര്യം ഉറപ്പാണെന്ന് ആലോചിക്കണം. ഇപ്പൊ മഞ്ജു വാര്യർ ആ സംഘടന ഉണ്ടായിരുന്ന WCCയിൽ ഉണ്ടായിരുന്നല്ലേ? മഞ്ജു വാര്യർ എത്രയോ പടത്തിൽ അഭിനയിച്ചു. മഞ്ജു വാര്യർ തന്ത്രപൂർവ്വം നിന്നുകൊണ്ട് അവർക്ക് പടങ്ങൾ കിട്ടി. ഈ WCC ആയിട്ട് മുന്നോട്ട് പോയി നടിക്ക് വേണ്ടി ഈ പ്രവർത്തിച്ചവരൊക്കെ പടം കുറഞ്ഞു എന്നുള്ള സത്യം തന്നെയാണത്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അതല്ല വേണ്ടിയിരുന്നത്. ഇനി ഈ ചർച്ച വരുമ്പോ അമ്മ മാത്രമല്ല, ഫെഫ്ക മാത്രമല്ല, WCCയുടെ പ്രതിനിധികളെ കൂടി വിളിക്കണം ഈ ചർച്ച വരുമ്പോ. കാരണം ചർച്ച പൂർണ്ണമാകണമെങ്കിൽ നമുക്കൊരു പ്രതിപക്ഷവും വേണം, ഭരണകക്ഷിയും വേണം, എല്ലാവരും വേണ്ടേ? ആ രീതിയിൽ പോകണം എന്നുള്ളതാ. അപ്പൊ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ വേണ്ടപ്പെട്ടവരുണ്ട്, വേണ്ടപ്പെട്ടവരുടെ പേരാണ് വരുന്നത്, വേണ്ടപ്പെട്ടവർക്ക് മുറിവേൽക്കും, അങ്ങനെ ഒരു ചിന്താഗതി വരുമ്പോഴാണ്. ശരിയാണ് ശ്രീ പല്ലിശ്ശേരി. പക്ഷേ ജോസ് തോമസ് പറഞ്ഞ ഒരു കാര്യം, അന്ന് ഏറെ വിമർശനം ഉണ്ടായതാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം സംഘടനകൾ പ്രതികരിക്കുന്നില്ല എന്ന്. അമ്മയെന്ന് പറഞ്ഞിരുന്ന കാരണം സ്റ്റേജ് ഷോയുടെ തിരക്കുണ്ടെന്നാണ്, അതുകൊണ്ട് വായിച്ചു നോക്കാൻ പോലും സമയം കിട്ടിയില്ല എന്നാണ്. അന്ന് തന്നെ ഫെഫ്ക ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതാണെന്ന് ഫെഫ്ക പറയുന്നു. ഒരുമിച്ചിരുന്നു കൊണ്ട്, എല്ലാ സംഘടനകളും ഒരുമിച്ചിരുന്നു കൊണ്ട് മാധ്യമങ്ങളെ കാണാം, എന്നിട്ട് തങ്ങളുടെ അഭിപ്രായം പറയാമെന്ന്. പക്ഷെ അത് അമ്മ എതിർത്തു, അമ്മയ്ക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന്. ഇപ്പോൾ ഇവിടെ ജോസ് തോമസ് പറഞ്ഞത് അമ്മ എതിർത്തു എന്ന് പറയുമ്പോൾ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ മാധ്യമങ്ങളെ കാണാൻ. പക്ഷേ ജഗദീഷ് ആയിരുന്നു അത് വേണ്ട എന്ന് പറഞ്ഞത്. അത് അംഗീകരിക്കും. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താ അറിയാ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയാൻ കാരണം, ഞാനിപ്പോ ഈ റിപ്പോർട്ട് ഇപ്പോൾ വന്നാലും ഇതിന്റെ ചില രഹസ്യങ്ങളൊക്കെ എനിക്ക് മുമ്പ് കിട്ടിയിട്ടുള്ളതാണ്. ശരിക്കും അവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ജഗദീഷ് മാത്രം പറഞ്ഞാല് പത്രസമ്മേളനം വേണ്ടാന്ന് വെക്കണമെങ്കിൽ അതിന് കാരണങ്ങളുണ്ടായിരിക്കും, അല്ലാണ്ട് ജഗദീഷിന്റെ വോയിസ് കൊണ്ടല്ല. അങ്ങനെ വെക്കണമെങ്കിൽ പല ഇന്ന ആൾക്കാർ നമ്മുടെ സംഘടനയുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ ഈ കമ്മിറ്റിയിൽ പേരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ ലിസ്റ്റ് പറയുമ്പോൾ കുറെ പേര് വരുമ്പോൾ ശരിക്കും നാണക്കേടുണ്ടായിരിക്കും. മൊത്തത്തിൽ ഇതാണല്ലേ സിനിമാക്കാരെന്നുള്ള അങ്ങനെ തോന്നൽ കൊണ്ടായിരിക്കാം ഇങ്ങനെ മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അതിപ്പോ ഫെഫ്ക വിളിച്ചു പറഞ്ഞെങ്കിൽ അത് നല്ല കാര്യമാണത്. ഇപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇക്കാര്യത്തിൽ താങ്കൾ ഒരു അഭിപ്രായം പറയുന്നുണ്ടോ? ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങൾ വെളിയിൽ വരുന്നത് സിനിമയ്ക്കുള്ളിലെ കാര്യങ്ങളാണ്. സിനിമയ്ക്കുള്ളിലെ വലിയ കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല എന്നുള്ള പക്ഷക്കാരാണ് ഞാൻ.
ഏതാ വന്നിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഈ റിപ്പോർട്ടില് അത് ഈ ചക്രത്തിപ്പോരായിട്ട് ഞാൻ കാണുന്നുള്ളൂ. നമുക്കതല്ല ആവശ്യം. നമ്മൾക്ക് ആവശ്യം ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അതിപ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അടിയന്തരമായ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകണം. ഞാൻ പറഞ്ഞത് 4.5 വർഷം അത് വലിയ വിമർശനമായിരുന്നു. ആ 4.5 വർഷം കഴിഞ്ഞ് ഇപ്പോഴും ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇതിനിടയിൽ ആർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രശ്നം, എത്രയോ സിനിമകൾ പിന്നെയും ഇറങ്ങി. അപ്പോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ആ പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള പ്രിക്കോഷൻസ്, അതിന്റെ നിയമ സുരക്ഷിതത്വം, അതിന്റെ സംഘടനാ സുരക്ഷിതത്വം, ഇത്തരം കാര്യങ്ങൾ ആ സ്ത്രീകൾക്ക് ഉണ്ടാകണം. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ടാകണം. ഇപ്പൊ നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ രാഹുൽ ആ ജഡ്ജ്മെന്റ് ഒന്ന് വായിക്കണം. രാഹുൽ പല പ്രാവശ്യമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം. ഇതിങ്ങനെ മാധ്യമങ്ങൾ സ്വയം റെസ്ട്രിക്ഷൻസിലേക്ക് പോകണമെന്നല്ലാതെ വേറൊന്നും ആ ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടില്ല. അയ്യോ മാഡം, ഏഴാം പേജ് 7ാം പാരഗ്രാഫ് 2ാം ഉപഖണ്ഡിക. അയ്യോ മാഡം ദയവായി തെറ്റിദ്ധരിപ്പിക്കരുത്. 7ാം പേജ് 7ാം പാരഗ്രാഫ് 2ാം ഉപഖണ്ഡിക 3ാം വരി. ഞാൻ കൃത്യമായി കോട്ട് ചെയ്യാം. രാഹുൽ ഈശ്വർ കൃത്യമായി പഠിച്ചിട്ടേ പറയൂ. അതായത് വിക്ടിംസ് മാത്രമല്ല, അലിഗേഷൻ ഉയർത്തപ്പെട്ട ആൾക്കാരുടെയും പേര് പറയരുത്, അവരുടെ പ്രൈവസി സംരക്ഷിക്കണമെന്ന് ഒരു ഹൈക്കോടതി വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. 7ാം പാരഗ്രാഫ് 2ാം ഉപഖണ്ഡിക 3ാം വരി. ഞാൻ കൃത്യമായിട്ട് കോട്ട് ചെയ്തല്ലേ പറയുന്നത്. വായിക്കൂ. ഞാൻ വായിച്ചിട്ടാണ് പറയുന്നത്. ഇതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അവരുടെ പേര്. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുമോ രാഹുൽ ഇങ്ങനെ പറയുമ്പോ ആളുകൾ വിചാരിക്കണേ ഈ പ്രതികളുടെ പേര് പരാമർശിക്കാനേ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ അവരുടെ പ്രൈവസി സംരക്ഷിക്കണം എന്ന് പറയുന്നതാണ്. ഒരു സ്ത്രീ അവരെ ഇന്ന ആള് സെക്ഷലി അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പറയാതെ പോവാൻ പറ്റില്ലല്ലോ. അല്ലാതെ അത് കോടതിക്കും അറിയാം. പക്ഷെ മാധ്യമങ്ങൾ ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രൈവസി രക്ഷിക്കണം. അതുതന്നെയാണല്ലോ ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എത്ര ആളുകളുടെ പേരുണ്ടാവും. പക്ഷെ അത് അവരുടെ പ്രൈവസി സംരക്ഷിച്ചുകൊണ്ടല്ലേ പുറത്തുവിട്ടത്. ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല. ഹേമ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടില്ല. അത് വൈഡായിട്ടാണ് ആ വിഷയങ്ങളെ ഹേമ കമ്മിറ്റി അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ശരി, എന്തായാലും SITയുടെ കയ്യിൽ ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. SIT ആ റിപ്പോർട്ട് അനുസരിച്ച് മൊഴികൾ എടുക്കുവാനും ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. അതും നല്ല കാര്യമാണ്. ആർക്കൊക്കെ പരാതി ഉണ്ട് എന്നുള്ള കാര്യം SIT പരിശോധിക്കാൻ പോവുകയാണെന്നാണ് ഇന്നത്തെ വിവരം. അതനുസരിച്ച് പലരും മൊഴി നൽകാൻ തയ്യാറാകുവാനും സാധ്യത കാണുന്നുണ്ട്. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് രാഹുൽ, ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. അമ്മയെ ട്രേഡ് യൂണിയൻ ആക്കാൻ നീക്കം, അമ്മ പിളരുമോ? പിളരുമെന്ന് 77% പ്രേക്ഷകർ, ഇല്ല എന്ന് 17%. വേണ്ടി വരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.